Hello, good morning. Good morning, ma'am. 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 Okay, good morning once again. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കണുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മള് ഏതൊക്കെ ചാപ്റ്റർ എടുത്തു ഓർമ്മയില്ല? ഏത് ചാപ്റ്റർ എടുത്ത് നിർത്തിയത് ഏത് ചാപ്റ്ററാണ്? Medical insurance. എടുത്ത് നിർത്തിയത്, തീർന്നത്, കംപ്ലീറ്റ് ചെയ്ത ചാപ്റ്ററിന്റെ പേര് പറയാമോ? Hospital department. ഓക്കെ, ഇപ്പൊ കറക്റ്റ് ആൻസർ. അതായത് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സ്, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ നിർത്തി, അവസാനിപ്പിച്ചു. ഇതിന്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നു, നന്നായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. കാരണം ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നപ്പോ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സുമായിട്ടൊക്കെ നിങ്ങൾ ആൻസർ ചെയ്തോ? നമ്മൾ ഇവിടെ ഇല്ല മാം. ആൻസർ പറയാനുണ്ട്. ഓക്കെ, ആൻസർ ഞാൻ വായിപ്പിക്കാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടി വീണ്ടും പറഞ്ഞുകൊണ്ട്, കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് കാര്യം ഞാൻ പറഞ്ഞതാണ്. ബിക്കോസ് എന്താ പറഞ്ഞത്, നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾ അവസാനിപ്പിച്ചിട്ട് നമ്മൾ തുടങ്ങാൻ പോകുന്ന ചാപ്റ്റർ മെഡിക്കൽ ഇൻഷുറൻസ് ആണ്. അത് 4th പേപ്പറിൽ കിടക്കുന്ന ചാപ്റ്റർ ആണ് എന്നൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. സ്റ്റാർട്ട് ചെയ്ത് വെച്ചാൽ ഒരൊറ്റ പാരഗ്രാഫ്, ഒരു കുഞ്ഞ് 2-3 സെന്റൻസ് ഉള്ള ആദ്യത്തെ പാരഗ്രാഫ് വെറുതെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് സമയം കിട്ടിയില്ല, കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് വിശദീകരിച്ചൊക്കെ വന്നു കഴിഞ്ഞപ്പോ സമയം ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തോളൂ. പക്ഷേ കഴിഞ്ഞപ്പോഴാണ് അവിടെ ചെന്നപ്പോ നമ്മളുടെ ബാക്കിയുള്ള ടീച്ചേഴ്സ്, അതായത് അവർക്ക് കൊടുത്തിരിക്കുന്ന ചാപ്റ്റേഴ്സ് നമുക്കൊരു ഡ്യൂറേഷൻ ഉണ്ടല്ലേ, അതായത് ഹാഫ് പാർട്ട് ഓഫ് നമ്മളുടെ ഈ ഒരു കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ. നമുക്ക് നേരത്തെ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ ആണ്. അതായത് ഫസ്റ്റും സെക്കൻഡ് പേപ്പേഴ്സ് തീർന്നു കഴിയുമ്പോൾ അതിന്റെ ഒരു എക്സാം ഉണ്ട്. അപ്പൊ എന്താ പറയാ, നമുക്കിതൊന്ന് ചിലപ്പോ അവർക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കൊരു തോന്നലുണ്ടായി. ചിലപ്പോ ആ ഒരു ഡ്യൂറേഷനിൽ നമുക്കൊരു ആ ഒരു ടൈമിനുള്ളിൽ ചിലപ്പോ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ളൊരു എന്താ പറയാ, ഒരു പെട്ടെന്നൊരു പേടി വന്നു. അതുകൊണ്ട് ഞാൻ ഇൻഷുറൻസിനെ അവിടെ നിർത്തുകയാണ്. നമ്മള് അതായത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പേപ്പേഴ്സിൽ വരുന്ന ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ചിലപ്പോ അവരെ ഒരു ഓടിച്ചപ്പോ എത്തില്ല. ചില ദിവസങ്ങളിൽ നമുക്ക് ഈ നെറ്റ് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പൊക്കെ നമുക്ക് കുറച്ച് ക്ലാസ്സസ് ഒക്കെ മിസ്സായി പോയിരുന്നോ ഇല്ലേ? ക്ലാസ് മിസ്സായിരുന്നില്ലേ? കുറച്ച് ദിവസമൊക്കെ നമുക്ക് ക്ലാസ് എടുക്കാണ്ടൊക്കെ പോയി. അപ്പൊ അവര് ആ ഒരു ഡ്യൂറേഷനിൽ തീർക്കണമായിരുന്നു. പക്ഷെ ആ ഒരു ക്ലാസ്സസ് കുറച്ച് അവധികൾ വന്നു. അതുകൂടാതെ നമുക്ക് ഈ ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ വന്നപ്പോ കുറച്ച് ക്ലാസ് ഒക്കെ മിസ്സായിപ്പോയിട്ടുണ്ട്. അപ്പൊ ഓൾ ടോട്ടൽ നോക്കുമ്പോൾ കുറച്ച് ക്ലാസ്സുകൾ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ 1-2 ചാപ്റ്റർ ഒക്കെ എടുക്കാനുള്ള സമയം തന്നെ അവിടെ പോയിട്ടുണ്ട് നമ്മുടെ ഇത്. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ ചെന്നപ്പോഴാണ് ഒരു ടീച്ചർ പെട്ടെന്ന് ടീച്ചറിന് കൊടുത്തിരിക്കുന്ന ടോപ്പിക്കില് കംപ്ലീറ്റ് ആകുമോ എന്നുള്ളൊരു ഭയം കാണിച്ചപ്പോ പ്രകടിപ്പിച്ചു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് ഒന്ന് സപ്പോർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഞാനപ്പ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്നില്ല, അവിടെ ഇരിക്കട്ടെ. അടുത്ത എക്സാം എന്റെ അകത്തുള്ളതാ അത് അല്ലെ. അപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്നത് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് ഇപ്പൊ തന്നിരിക്കുന്ന ആ ഒരു ഗ്രൂപ്പിൽ പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്ന ചാപ്റ്റർ. ആൻഡ് അത് കുറെ ടേംസ് ആണ്. നമുക്ക് അതായിരിക്കും ഞാൻ എടുക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ അതായിരിക്കും എടുക്കാം. അപ്പൊ അതൊന്നൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ആദ്യം പറഞ്ഞതാണ്. അല്ലെങ്കിൽ ഇനി പിന്നീട് കുറെ കഴിയുമ്പോൾ
കറക്റ്റ് സമയത്ത് കയറുമ്പോഴാണ് ലൈവില് നമ്മൾ അറ്റൻഡ് ചെയ്യാനിരിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു സമയത്ത് കൂടി ഒന്ന് ആ ടൈമിങ്ങിന് കൂടി ഒന്ന് നമ്മളൊന്ന് ശ്രദ്ധ കൊടുക്കണേ. അപ്പൊ നിങ്ങൾ റെക്കോർഡഡ് ക്ലാസ്സുകൾ കാണുന്നവരും കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യം പറയുന്നത്. മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഞാൻ കുറേയൊന്നും എടുക്കില്ല, 1-2 സെന്റൻസ് ആ ഫസ്റ്റ് പാരഗ്രാഫിൽ വരുന്ന ഇൻഷുർഡ് ആരാണ്, ഇൻഷുറർ ആരാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അത് ഇനി വീണ്ടും പറയുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ആ ക്ലാസ് എന്താ പറയാ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ടോപ്പിക് മാറ്റി വെച്ചിട്ട് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഞാൻ എടുക്കുന്നത്. വ്യക്തമായി മനസ്സിലാകാനാണ് ഈ കാര്യം പറയുന്ന ആദ്യം തന്നെ. അല്ലാതെ ഞാൻ ഓടി വന്ന് ഇന്ന ചാപ്റ്റർ ആണ് ഞാൻ തുടങ്ങിയത് പറഞ്ഞ് എനിക്ക് വേണമെങ്കിൽ തുടങ്ങാം. പക്ഷെ അതിന്റെ പിന്നാലെ പിന്നെ 100,000 ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതെന്താ ടീച്ചർ അങ്ങനെ എടുത്തേ, എന്താ ടീച്ചർ ഇങ്ങനെ എടുത്തേ എന്നൊക്കെ പറഞ്ഞപ്പോ വ്യക്തമായ കാരണം ഞാൻ പറഞ്ഞു. ആ ഒരു ഡ്യൂറേഷനിൽ നമുക്ക് കോഴ്സ് നിങ്ങളുടെ ഹാഫ് ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാം ഉണ്ടായിരിക്കും. അപ്പൊ വിത്തിൻ ദാറ്റ് പീരീഡ് അവർക്ക് അവരുടെ കൊടുത്തിരിക്കുന്ന ടോപ്പിക്സ് മറ്റു ടീച്ചേഴ്സിന് കവർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു എന്താ പറയാ ഒരു ഡൗട്ട് ഉള്ളത് കൊണ്ട് ആ ടീച്ചറുടെ ഒരു ടോപ്പിക് ഞാൻ എടുക്കുകയാണ്. അത് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത് ചാപ്റ്റർ ആയിരിക്കും നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. ബിഫോർ ദാറ്റ് നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരുന്നു, അതുണ്ടായിരുന്നില്ലേ? ആൻസേഴ്സ് നമുക്കതൊന്ന് വായിക്കാം. ക്ലിയർ ആയല്ലോ? പറഞ്ഞ കാര്യം എന്താന്ന് മനസ്സിലായല്ലോ? മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ നിങ്ങൾ അന്നേരം തന്നെ എന്നോട് സംശയം പ്രകടിപ്പിച്ചിരുന്നു, ഞങ്ങൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാർട്ടിന്റെ മാത്രമേ PDF എന്താ പറയാ എടുത്തിട്ടുള്ളൂ, അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്തിട്ടുള്ളൂ, മറ്റേത് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അതൊന്ന് ജസ്റ്റ് ഇത്രയും ദിവസം ഉണ്ടല്ലോ ഒന്ന് എടുത്തു വെച്ചോ എന്ന് പറഞ്ഞു. വെച്ചതോടെ തന്നെ ഇരുന്നോട്ടോ, നമുക്ക് കളയാനുള്ളതല്ല, ഞാൻ തന്നെ എടുക്കാനുള്ളതാ. ഓക്കെ, അപ്പൊ മെഡിക്കൽ ടെർമിനോളജി ഓൾറെഡി നിങ്ങളുടെ കയ്യിലുള്ള ചാപ്റ്റർ ആണ്. അതൊന്ന് എടുത്ത് കയ്യിൽ വെക്കുക. ഇപ്പൊ തന്നെ വേഗം ഓടിപ്പോയി, ആരെങ്കിലും എടുക്കാത്തുണ്ടെങ്കിൽ എവിടെയെങ്കിലും വെച്ചിരിക്കുകയാണെങ്കിൽ ഓടിപ്പോയി എടുക്കാം. എടുത്തില്ലെങ്കിൽ കയ്യിൽ ഇപ്പൊ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇവിടെ പറയുന്നത് കേട്ടോണ്ടിരിക്കുക. അത് കഴിയുമ്പോൾ നിങ്ങൾ പോയി എടുത്താൽ മതി. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാലോ? ക്വസ്റ്റ്യൻസ് ഒന്ന് ആൻസർ വായിക്കാലോ അല്ലെ? ക്വസ്റ്റ്യനും ആൻസറും അടക്കം വായിക്കണം കേട്ടോ. എന്റെ കയ്യിൽ ക്വസ്റ്റ്യനും ഇല്ല ആൻസറും ഇല്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് അത് ഡിക്റ്റേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് വായിക്കണം. ആരെങ്കിലും തെറ്റായ ഉത്തരങ്ങൾ പറയുമ്പോ അത് നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഒന്ന് വായിക്കാമോ? അഞ്ജലി ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചോ. ക്വസ്റ്റ്യൻ വായിക്കുക, എന്റെ ആൻസറും പറയാം. Physiotherapy comes under dash in supportive department. Therapeutic. വെരി ഗുഡ്. തെറാപ്യൂട്ടിക്കിന്റെ കീഴിലാണ്, സപ്പോർട്ടീവിലെ തെറാപ്യൂട്ടിക്കിലാണ് നമ്മുടെ എന്ത് വരുന്നത്? ഫിസിയോതെറാപ്പി വരുന്നത്. കറക്റ്റ് ആൻസർ ആണ്. അനീഷ വായിക്കാം അടുത്തത്. Yes, ma'am. Laboratory and radiology under dash of supportive department. ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റിലാണ് ലബോറട്ടറിയും റേഡിയോളജിയും വരുന്നത്. കറക്റ്റ് ആൻസർ ആണ്. ഐശ്വരി നെക്സ്റ്റ് വൺ. Yes, ma'am. Medical departments are classified as dash and dash, OPD and IPD. യെസ്, കറക്റ്റ് ആൻസർ ആണ്. OPD IPD ആയിട്ടാണ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അടുത്തത് നിഷ വായിക്കാമോ? നിഷയില്ല? ഇല്ല. അഞ്ജു മാത്യു ഇല്ല. അഞ്ജു ജോൺ ഉണ്ടോ? ഇല്ല. അനീഷ ഉണ്ടോ? General surgery is included in outpatient services of medical department. General surgery is included in dash of medical department എന്നായിരുന്നോ? അതെ. അപ്പൊ ഏതിലാണ്? Outpatient service. യെസ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് ജനറൽ സർജറി വരുന്നത്. ഓക്കെ, ആര്യ. Dash is the department mainly concentrated on the quality of patient care to elderly people. Geriatrics. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് ജെറിയാട്രിക്സ്. അതായത് എൽഡർലി പീപ്പിളിന് ക്വാളിറ്റി പേഷ്യന്റ് കെയർ കൊടുക്കാൻ ഡീൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. എല്ലാവരും കറക്റ്റ് ചെയ്യാത്ത ആൻസർ ആരെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ആൻസേഴ്സ് ഒന്ന് കറക്റ്റ് ചെയ്യണം. അശ്വതിയാണ് വായിച്ചത്. ചന്ദന, ദീപ്തി. Labor rooms and maternity wards are dash service in medical department. Answer ma? Inpatient service. പറഞ്ഞോ. Inpatient service. ഇൻപേഷ്യന്റ് സർവീസ് തന്നെയാണോ എല്ലാവരും ഉത്തരയിച്ചിരിക്കുന്നത്?
അതെ അതെ കേട്ടു. ഇൻപേഷ്യന്റ് എന്ന് തന്നെയാണോ എല്ലാവരും എഴുതിയിരിക്കുന്നത്? എത്തിച്ചോ എല്ലാവരും? ലേബർ ആൻഡ് മെറ്റേണിറ്റി വാർഡ്സ് കഴിഞ്ഞ വേറെ ഏതോ ഒരു ബാച്ചില് അത് കൊടുത്തപ്പോ അവര് ഗൈനക്കോളജി എന്ന് എഴുതി. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, തെറ്റിയില്ലല്ലോ? ഇല്ല. ഇൻപേഷ്യന്റ് സർവീസസ് ഏത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ഏത് സർവീസിൽ വരുമെന്നായിരുന്നു ചോദ്യം. സോ ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഇൻപേഷ്യന്റ് സർവീസ്. ഓക്കെ, കറക്റ്റ് ആണ്. കൃഷ്ണ അടുത്ത വായിക്കാമോ? കൃഷ്ണ. അടുത്തതാരാ? ലത്തു ലക്ഷ്മണൻ ഉണ്ടോ? ഒരു സൗണ്ട് ഒക്കെ കേക്കട്ടെ നീ വെച്ചിട്ടാ നിങ്ങളുടെ. വായിക്കേ. Consultation doctors are usually appointment to handle dash outpatient department. അതെ, OPD ആണ്. കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ആണ് യൂഷ്വലി നമ്മളുടെ OPD വിഭാഗം കൈകാര്യം ചെയ്യുന്നത്. അതാണ് ചോദ്യം. മിലാൻ, നെക്സ്റ്റ് വൺ. മിലാൻ, ലത്തു സൗണ്ട് ഓഫ് ചെയ്തോളൂ കേട്ടാ, മ്യൂട്ട് ചെയ്തോ. ഓക്കെ, മിനി ഉണ്ടോ? നജിത ഉണ്ടോ? മൈക്ക് ഓൺ അല്ല. ഓക്കെ. നജിയ ഉണ്ടോ? നന്ദന. Okay, ma'am. Dash is the department in which people come to the hospital for consultation, but not for admission. OPD ആണ്. അതായത് കൺസൾട്ടേഷന് വേണ്ടി മാത്രം വരുന്നു. അതായത് നമുക്ക് അഡ്മിഷൻ എടുക്കാനല്ല, ഹോസ്പിറ്റലില് കിടന്നുള്ള ചികിത്സ ഉദ്ദേശിച്ച് വരുന്നവരല്ല. അങ്ങനെ വരുന്നവർ വരുന്ന സ്ഥലം OPD ആണ്. നിഖിൽ, നെക്സ്റ്റ് വൺ. നിഖിൽ ഉണ്ടോ? ഇല്ല. നിമിഷ, ഞാൻ റോംബ് ചെയ്ത് വരുമ്പോ നിമിഷ ഉണ്ടാ? ഇല്ല. നിഷ നേരത്തെ വിളിച്ച ആളാണ്, ഇല്ലെന്ന് തോന്നുന്നു. റിൻഷ ഉണ്ടോ? സാരംഗ് Casualty and emergency department are also called. എന്ത് വിളിക്കും? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലേ? കാഷ്വാലിറ്റിന്നും എമർജൻസി ഡിപ്പാർട്ട്മെന്റിനും ഒക്കെ പേര് ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് വേറൊരു പേര് കൂടി ഉണ്ടല്ലോ. ഒരു പേര് കൂടി ഓർത്തിരിക്കണം പറഞ്ഞിരുന്നല്ലോ. ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഇതെടുത്തൊന്ന് നോക്കിയേ. വേറെ ഏതെങ്കിലും പേര് അവിടെ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടോ? Anybody can answer? Accident and emergency department. Accident and emergency department. Okay. Accident and emergency department എന്ന് കൂടി ഉണ്ട് കേട്ടോ, എഴുതി വെക്കാം. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കൂടി പേരുണ്ട്. സാരംഗ് എഴുതുക കേട്ടോ. സബീന പറയാമോ അടുത്ത ക്വസ്റ്റ്യൻ? സജിത. Okay. Dash department should be when equipped with all kinds of emergency. Casualty and emergency department. Casualty department ആണ് അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ്. എല്ലാ തരത്തിലുള്ള എമർജൻസീസും എക്യുപ്ഡ് ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള എന്തൊക്കെയാണ് എമർജൻസിയിൽ വരുന്ന പേഷ്യൻസിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി വരുന്ന എക്യുപ്മെന്റുകൾ അതെല്ലാം സജ്ജമാക്കിയ, അതാണ് വെൽ എക്യുപ്ഡ് എന്ന് പറയുന്നത്. സജ്ജമാക്കിയ ഒരു കാഷ്വാലിറ്റി ആണ് ഒരു ഹോസ്പിറ്റലിൽ വേണ്ടേ. കാഷ്വാലിറ്റി എന്ന പേരുണ്ടായിട്ട് അവിടെ അതിന് പറ്റിയ ഉപകരണങ്ങൾ അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിൽ പ്രവേശിപ്പിക്കുന്ന പേഷ്യൻസിനെ കൈകാര്യം ചെയ്യാനുള്ള ഉപകരണങ്ങൾ, എക്യുപ്മെന്റുകൾ അവൈലബിൾ അല്ലെങ്കിൽ പിന്നെ ആ ഒരു കാഷ്വാലിറ്റി കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല. ഓക്കെ, അപ്പൊ അതെന്തായാലും ആവശ്യമുള്ളതാണ്. അടുത്തത് സജിത നിഷാദ്. സജിത എന്നാണോ സലിഹ എന്നാണോ? സലിഹ ഉണ്ടോ? ഇല്ല. ഷാഹിന, ഷമീന ഒരേ പ്രാവശ്യം പേര് പറയുള്ളൂ. ഷിബിത, ശ്രീജ. Hello. ഷാഹിന പറയാണ്. ഓക്കെ, പറഞ്ഞോ. The biggest area for heart diseases is dash. Coronary artery diseases. കൊറോണറി ആർട്ടറി ഡിസീസ് ആണ് ബിഗസ്റ്റ് ഏരിയ ഓഫ് ഹാർട്ട് ഡിസീസ്. ഇവിടെ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബിഗസ്റ്റ് ഏരിയ കവർ ചെയ്യുന്ന ഒരു തരം രോഗമാണ് CAD. അതാണ് ഏറ്റവും വലുത് കേട്ടോ. അടുത്തത് ഇവിടെ ഒരു ഓപ്പൺ ആക്കിയൊരു ശ്രീജ അല്ലെ? ശ്രീജ നെക്സ്റ്റ് വൺ വായിച്ചോ.
Dash anesthesia is provided by dentist. ആ Local anesthesia. ലോക്കൽ അനസ്തീഷ്യ ആണ്. അടുത്തത് തൗഫീറ. തൗഫീറ ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് വീണ്ടും ഫ്രണ്ടിലേക്ക് പോകാം. അനീഷ വായിക്കാമോ? Patient's blood pressure, heart rhythm, temperature level, etc. are monitored in dash anesthesia. Regional anesthesia. കേട്ടിരുന്നു എല്ലാവരും? റീജിയണൽ അനസ്തേഷ്യ. പേഷ്യന്റിന്റെ ടെമ്പറേച്ചർ, ഹാർട്ട് റിതം, ബ്ലഡ്, ഓക്സിജൻ ഇൻ ബ്ലഡ്, ഇതൊക്കെ നമ്മൾ ഏത് അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്താണ് മോണിറ്റർ ചെയ്യേണ്ടതെന്നാണ് റീജിയണൽ അനസ്തേഷ്യ. നിങ്ങളെ കൊണ്ട് എന്തിനാ ഈ ആൻസർ വായിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് തന്നു, ആൻസർ അത് തന്നെയാണോ എന്നൊക്കെ ഒന്ന് കൺഫേം ആക്കാനാണ്. അപ്പൊ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഒക്കെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകളിലൂടെയും അതുപോലെ തന്നെ ഇത്തരം എക്സ്ട്രാ ക്വസ്റ്റ്യൻസിലൂടെ ഒക്കെ തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്നൊക്കെ വായിച്ച് നന്നായിട്ട് കുറെ പ്രാവശ്യം വായിച്ച് പഠിച്ചു കഴിയുമ്പോൾ തന്നെ ഒരു എക്സാം എന്താ പറയാ, പിന്നെ വേറെ ഒന്നും പഠിക്കാതെ തന്നെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അഞ്ജലി നെക്സ്റ്റ് വൺ വായിക്കോ? Critical care unit is the other name. Intensive care unit. ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് മറ്റൊരു പേര് എന്തിന്റെ മറ്റൊരു പേരാണെന്നാണ് ചോദ്യം. ഇന്റൻസീവ് കെയർ യൂണിറ്റിന്റെ തന്നെയാണ്. അഞ്ജലി അങ്ങോട്ട് വായിക്കാമോ ബാക്കിയുള്ളത് ഡീറ്റെയിൽസ് ആയിട്ട്? ENT surgeon is called otolaryngologist. ഓട്ടോലാറിംഗോളജിസ്റ്റ് അല്ലെ? ENT സർജനെ വിളിക്കുന്ന പേരാണ്. നെക്സ്റ്റ് വൺ. Tear duct problem is carried under dash department. ENT department. ക്യൂവേർഡ് എന്നാണ് അത്. ക്യൂവേർഡ് അതായത് ടിയർ ഡക്ട് പ്രോബ്ലം നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് എന്താ പറയാ ശുശ്രൂഷിക്കുന്നത് അല്ലെങ്കിൽ ക്യൂർ ചെയ്യുന്നത്, രോഗം ഭേദമാക്കുന്നത് ENT-യിലാണ്. ക്യൂവേർഡ്. ഓക്കെ നെക്സ്റ്റ് വൺ. Endocrine system included pancreas, thyroid, parathyroid, pineal, hypothalamus, adrenal and pituitary glands. ഓക്കെ നെക്സ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. Dash is the medical specialty that deals with the study of hormones and hormonal related to glands. Endocrinology. Yes. Endocrinology. Therapy unit and palliative care unit services are provided by dash department. Geriatrics. Yes. 3 specialty area in the gynecology. Gynecology, obstetrics, infertility. Okay. Expand ART. Assisted reproductive techniques. Technique. Technique. Electrolyte disturbance and hypertension are treated in dash. Nephrology. Okay, nephrology. Myopathy and surgical resection of tumors are done is dash oncology. Surgical oncology. Surgical oncology. Yes. Example of disease treated using nuclear medicine are dash. Hyperthyroidism, thyroid cancer, lymphomas, bone pain cancer. Yes. Dash department is responsible for integrating various functions and services of a hospital. Supportive department. Supportive department. അതായത് ഹോസ്പിറ്റലിന്റെ പല ഡിപ്പാർട്ട്മെന്റുകളുടെയൊക്കെ പ്രവർത്തനങ്ങളൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്തൊക്കെ കൊണ്ടുപോകുന്ന ഡിപ്പാർട്ട്മെന്റ് സ്പെഷ്യലൈസ് ചെയ്ത് പറയാനുണ്ടല്ലോ അവിടെ. സപ്പോർട്ടിംഗ് എന്ന് പറയുമ്പോൾ എല്ലാം പെടുമല്ലോ. അപ്പൊ എന്തെങ്കിലും വേറെ ആൻസർ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഒന്ന് കറക്റ്റ് ചെയ്യണം. ഇനി ആൻസർ എല്ലാവരും എന്താ എഴുതിയേക്കണേ? സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് ആരെങ്കിലും വേറെ എഴുതിയിട്ടുണ്ടെങ്കിൽ പറയൂ. മാം ഞാൻ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നായിരുന്നു. അതാണ് കറക്റ്റ് ആൻസർ. അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് എന്നാണ് ആൻസർ. ഒരു സെക്കൻഡ്. ഓക്കെ പറഞ്ഞോ.
സപ്പോർട്ടീവ് എന്ന് പറയുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് വരും. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും കൂടി ഒരുമിച്ചുണ്ട്. സപ്പോർട്ടീവില് ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളെ നമ്മൾ പറഞ്ഞല്ലോ അല്ലെ. അതെല്ലാം അല്ല, ഇവിടെ മൊത്തം ഹോസ്പിറ്റലിന്റെ ഫങ്ഷൻസിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് പ്രവർത്തനങ്ങളൊക്കെ മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്ന ആളുകളാണ്. അത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് ആണ് കേട്ടോ ആൻസർ വരിക. ഓക്കെ, ഇനി ഉണ്ടോ ക്വസ്റ്റ്യൻ? Okay, ma'am. വായിക്കും. The department making budget, financial plans for future is done by finance. The department which handle recording to maintain all the records or files in patients as well as outpatients. Medical record department. Okay. Dash is the department that helps patients and their families facing wide range of psychosocial and issues and trust is dash medical social work. അത്രേ ഉള്ളൂ മാം. അത്രേ ഉള്ളൂ. കഴിഞ്ഞല്ലോ. രണ്ട് ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾക്ക് ജസ്റ്റ് കൺഫ്യൂസ്ഡ് ആയി പോയുള്ളൂ. ബാക്കിയൊക്കെ എല്ലാവരും അത് കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. അത് നമ്മൾ എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും അറ്റൻറ്റീവായിട്ട് കാര്യങ്ങൾ കേൾക്കുക, മനസ്സിലാക്കുക ഒക്കെ ചെയ്യണ്ടോന്ന് അറിയണ്ടേ. ആഫ്റ്റർ ഓൾ നിങ്ങളുടെയൊക്കെ സൗണ്ട് പടയ്ക്കൊന്ന് കേൾക്കണ്ടേ, അതിനൊക്കെ വേണ്ടിയിട്ടാണ്. ഇനി തന്നെ നമ്മൾ ഈ ആൻസേഴ്സ് പറയാതെ പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഇനി ഇതുപോലെ കണ്ടല്ലോ, ഇപ്പൊ നേരത്തെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ശരിയാണ്. പക്ഷെ സപ്പോർട്ടീവ് പറയുമ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും സപ്പോർട്ടീവ്, CSRP, നമ്മുടെ ക്ലിനിക്കൽ ലബോറട്ടറി, റേഡിയോളജി എല്ലാം കൂടി ചേരുമ്പോഴാണ് സപ്പോർട്ടീവ്. അതായത് എല്ലാത്തിനും കൂടി കളക്റ്റീവായിട്ട് പറയുന്ന പേരാണ്. എന്നാൽ മൊത്തത്തിലുള്ള കാര്യങ്ങളെ ഫംഗ്ഷൻസിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറയുന്ന നമ്മൾ പോയിന്റ് ചെയ്ത് പറയുമ്പോൾ ആ ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ചെറിയ മിസ്റ്റേക്കുകൾ വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ആൻസേഴ്സ് നിങ്ങളെ കൊണ്ട് തന്നെ പറയുമ്പോൾ ഇങ്ങനെ, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ കൂടി കുറച്ച് ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ അതനുസരിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ചാപ്റ്ററിന്റെ പേര് മെഡിക്കൽ ടെർമിനോളജി ആണ്. ഓക്കെ, പറഞ്ഞു. അതിനുള്ള കാരണങ്ങളൊക്കെ ഞാൻ പറഞ്ഞതാ, ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ക്ലാസ് കാണുന്ന ആളുകളൊക്കെ അതിനെക്കുറിച്ച് ടെൻസ്ഡ് ആവണ്ട. കാരണം മെഡിക്കൽ ഇൻഷുറൻസ് നമുക്ക് കിടക്കുന്നത് വേറെ ഒരു ഭാഗത്താണ്. അതുകൊണ്ട് അത് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ചിലപ്പോ ബുദ്ധിമുട്ട് വരും. പിന്നീട് ആ ചാപ്റ്റേഴ്സ് തീരാതെ നമ്മള് ഫ്രണ്ടിലേക്ക് കുറെ എടുത്ത് പോയിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇനി നോട്ട് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. സ്ക്രീൻ അല്ലേ? ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം. നെക്സ്റ്റ് ഒരു ചാപ്റ്റർ ആണ് മെഡിക്കൽ ടെർമിനോളജി. മെഡിക്കൽ ടേംസ് എന്താണ്? മെഡിക്കൽ ടേംസ് it refers to the words and language which is used especially by the medical and healthcare systems. അതായത് ഈ മെഡിക്കൽ ടേംസ് അല്ലെങ്കിൽ ടെർമിനോളജി എന്ന് വെച്ചാൽ മെഡിക്കൽ ടേംസിനെ കുറിച്ച് പഠിക്കുന്നതാണ് മെഡിക്കൽ ടെർമിനോളജി. അപ്പൊ മെഡിക്കൽ ടേംസ് എന്താണ്? നമ്മുടെ മെഡിക്കൽ വിഭാഗം അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വിഭാഗം അവര് പ്രത്യേകിച്ച് അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് they have to use some special languages. സ്പെഷ്യൽ ആയിട്ട് അവർക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് ഈ മെഡിക്കൽ ടെർമിനോളജി അല്ലെങ്കിൽ MT എന്നതുകൊണ്ട് റെഫർ ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് ഇപ്പൊ നമ്മൾ സാധാരണ നമ്മുടെ വീടുകളിൽ പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കും. ചില കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കും. പിന്നെ നമ്മൾ എന്താ പറയാ, നമ്മൾ ഇപ്പൊ ആണെങ്കിൽ ദൂരെ ഇരിക്കുന്ന ആളുകൾക്ക് മെസ്സേജസ് ഒക്കെ ടൈപ്പ് ചെയ്തിടും അല്ലെ. ഈ മെസ്സേജസ് ഒക്കെ നീട്ടി വിളിച്ചൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ ഒരുപാട് സമയപ്പെടും. നമ്മുടെ കയ്യിൽ സമയമില്ലെങ്കിൽ നമ്മൾ അതിനൊക്കെ ഷോർട്ട് ആക്കി പല കോഡിങ്ങില് നമുക്ക് തന്നെ ഒരു കോഡുണ്ട്. ഇനി അത് വായിക്കുന്ന റെസിപ്പിയന്റിനും കാര്യം ഇന്നതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അവരുടെ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ അങ്ങനെയാണ്. കാരണം അവർക്കത് ഇന്നതാണെന്ന് വായിക്കാം. കാരണം അങ്ങനെ അവര് യൂസ്ഡ് ടു ആയി അങ്ങനെ ചെയ്ത് അപ്പൊ അവർ ലാംഗ്വേജ് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് ആളുകള്. എന്നാൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തില് മെഡിക്കൽ ഫീൽഡില് ഇതുപോലെ തന്നെ അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ, അതായത് ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ജോലിക്കാരെ, എംപ്ലോയീസ്, വർക്കേഴ്സ് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാര്യങ്ങൾ പലതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടായിരിക്കും. പിന്നെ മാത്രമല്ല ഈ മെഡിക്കൽ ടേംസ് കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതിൽ ഒന്നും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും പോകാൻ പാടില്ല. കാരണം ഇറ്റ് മേ ബി റിലേറ്റഡ് ടു ദ മെഡിസിൻസ്. കാരണം ഇതൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നത് മെഡിസിൻസുമായിട്ടായിരിക്കാം, ഡിസീസസുമായിട്ടായിരിക്കാം, പലതരത്തിലുള്ള പ്രൊസീജിയേഴ്സുമായിട്ടായിരിക്കാം, സർജറീസ് ആയിരിക്കാം, ട്രീറ്റ്മെന്റ് ആയിരിക്കാം. അതുകൊണ്ട് അത് മാറിപ്പോകാൻ പാടില്ല. മാറിപ്പോയി കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നമാണ്. കാരണം ഇതൊരു ലൈഫ് വെച്ചിട്ടുള്ള കളിയാണ്, മനുഷ്യന്റെ ജീവൻ വെച്ചിട്ടുള്ള കളിയായതുകൊണ്ട്
ഒരു ടേംസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെയും അതുപോലെ തന്നെ അവർക്ക് ഓരോ കാര്യങ്ങളും ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ദ യൂസ് എ സ്പെഷ്യൽ ലാംഗ്വേജ് വിച്ച് ഇസ് നോൺ ആസ് മെഡിക്കൽ ടെർമിനോളജി. അവർ ഉപയോഗിക്കുന്ന ആ ലാംഗ്വേജ് അതാണ് മെഡിക്കൽ ടെർമിനോളജി എന്ന് നമ്മൾ പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ അവർ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് അവർ ഉണ്ടാക്കുന്നത്? അങ്ങനെ ഒരു മെഡിക്കൽ ലാംഗ്വേജ് അല്ലെങ്കിൽ മെഡിക്കൽ ടേംസ് ഉപയോഗിച്ച് ഹൗ ദേ കമ്മ്യൂണിക്കേറ്റ്, അതിന് അവർ എന്ത് കാര്യം ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എന്നൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ആൻഡ് ഓൾസോ അങ്ങനെ ഉപയോഗിക്കുന്ന കുറെ വേർഡ്സ് നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ വേർഡ്സ് മാത്രമല്ല അതിന്റെ കൂടെ ചില കാര്യങ്ങൾ മുന്നിലും പിന്നിലും ഒക്കെ ചേർത്ത് പുതിയൊരു വേർഡ് ഉണ്ടാക്കി അത് എന്താണെന്ന് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അതിന്റെ മീനിങ്സ് എന്താണെന്ന് പറഞ്ഞു തരുന്നുണ്ട്. മാത്രമല്ല ആൻഡ് അബ്രിവിയേറ്റഡ് ഫോം ഓഫ് മോസ്റ്റ് പോപ്പുലർ മെഡിക്കൽ ടേംസ്, അതായത് ചില ഒത്തിരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള മെഡിക്കൽ ടേംസിനൊക്കെ എങ്ങനെ അബ്രീവിയേറ്റ് ചെയ്ത് അതിന്റെ ഷോർട്ട് ഫോമിലാക്കി ഉപയോഗിക്കുന്ന അതിന്റെ ഷോർട്ട് ഫോംസും അതിന്റെ എന്താ പറയുക എക്സ്പാൻഡഡ് ഫോമും ഒക്കെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് ഈ ചാപ്റ്ററിൽ. അപ്പൊ ഇതിനകത്ത് കുറച്ച് അങ്ങനത്തെ ടേംസ് ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവിടെ നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഒന്ന് താഴേക്ക് പോയി കഴിഞ്ഞാല് യു ക്യാൻ സീ എ ലോട്ട് ഓഫ് വേർഡ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. മെഡിക്കൽ ടേംസിൽ ഉപയോഗിക്കുന്ന ഒരുപാട് വേർഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അബ്രീവിയേഷൻസും അതുപോലെ തന്നെ സഫിക്സസ്, പ്രിഫിക്സസ്, റൂട്ട് വേർഡ്സ് ഓഫ് ദ മെഡിക്കൽ ടേംസ്, പിന്നെ അതുപോലെ തന്നെ അബ്രീവിയേഷൻസും. അപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾ ചോദിക്കും ഞങ്ങൾ കാണാതെ പഠിക്കണോ ദൈവമേ എന്ന് വിചാരിക്കും. അബ്രീവിയേഷൻസ് മാത്രം എടുക്കുകയാണെങ്കിൽ തരാൻ എന്താ പറയാ ഈ അബ്രീവിയേഷൻസിന്റെ മാത്രം ഗണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് there are more than 300 327 അബ്രീവിയേഷൻസ് തന്നെ ഉണ്ട്. ഇത് മുഴുവനും കാണാതൊന്നും പഠിക്കണ്ട. പോപ്പുലർ ആയിട്ട് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് കാണാതെ പഠിക്കുള്ളൂ. അത് നോട്ട് ചെയ്യാൻ നിങ്ങളോട് പറയും. ഓക്കെ, അല്ലാതൊക്കെ ജസ്റ്റ് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇപ്പൊ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഭാഗമാകാൻ പോകുന്ന നമ്മള് എന്ത് ചെയ്യണം? ഇതിന്റെ കുറച്ചെങ്കിലൊക്കെ അറിഞ്ഞിരിക്കണം. എല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് ഒറ്റയടിക്ക് പഠിച്ചു തീർക്കൊന്നുമില്ല എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്ത് നോക്കാൻ ഇന്ന ടേം എന്തിനു ഉപയോഗിക്കുന്നു, ഇന്ന അബ്രീവിയേറ്റഡ് ഫോം ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ എന്താണ്, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. കുറച്ച് നോട്ട് ചെയ്യേണ്ടത് ഏതാണോ അത് നമ്മൾ പറഞ്ഞിരുന്നതായിരിക്കും. മനസ്സിലായോ? കാര്യം മനസ്സിലായോ? പറയുന്നത് കാണുമ്പോ തന്നെ നിങ്ങളെ പേടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ അത്തരം കാര്യം പറഞ്ഞത് മുഴുവൻ നമ്മൾ എങ്ങനെ കാണാതെ പഠിക്കും മിസ്സേ എന്നൊക്കെ ചോദിച്ച് ചിലപ്പോ ഇപ്പോഴേ തന്നെ ടെൻഷൻ കയറുമ്പോ ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നരുതേ. ബിക്കോസ് ഇത് മുഴുവൻ നമ്മൾ കാണാതെ ഒന്നും പഠിക്കണ്ട. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് എന്താ പറയാ ഇതൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടുമ്പോൾ നമ്മളും ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് റെഫർ ചെയ്ത് നോക്കാൻ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും, ഉപകാരപ്രദമായിരിക്കും കേട്ടോ. അപ്പൊ നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് MT അല്ലെങ്കിൽ മെഡിക്കൽ ടെർമിനോളജി refers to the words or language which is used to specifically mention the medical or health care field. ഹെൽത്ത് കെയർ ഫീൽഡിലെയും അതുപോലെ മെഡിക്കൽ ഫീൽഡിലും ഉപയോഗിക്കുന്ന ചില വേർഡുകളാണ് അല്ലെങ്കിൽ ചില ലാംഗ്വേജസ് ആണ് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ്, എന്ത് ഡിസ്ക്രൈബ് ചെയ്യാനാ, എന്തിനാണ് ഈ ടേംസ് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ വേർഡ്സ് സച്ച് ആസ് നമ്മളുടെ അനാട്ടമിക്കൽ സ്ട്രക്ചേഴ്സ്, മനുഷ്യന്റെ ശരീരത്തിന്റെ എന്താ പറയാ ബോഡിയുടെ അനാട്ടമിയുടെ സ്ട്രക്ചറുകൾ പറയാനായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സർജറീസ് ഓർ പ്രൊസീജിയേഴ്സ്, ഏതെങ്കിലും തരത്തിലുള്ള സർജറീസോ പ്രൊസീജിയേഴ്സിലൊക്കെ മെൻഷൻ ചെയ്യാനായിരിക്കാം, അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് മെൻഷൻ ചെയ്യാനായിരിക്കാം, വേരിയസ് തിങ്സ്. അതായത് ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഡിഫൈൻ ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്ന ഒരു ഭാഗം പഠിക്കുന്നത്. So let's see what is medical terminology. The language of medicine ആണ്. അതെ, നമ്മൾ പറഞ്ഞു മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത് എന്താണ്? മെഡിസിന്റെ ഒരു ലാംഗ്വേജ് ആണ് which is originated from Greek and Latin. ഈ പറയുന്ന വേർഡുകളൊക്കെ തന്നെ മെഡിക്കൽ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന പല വാക്കുകളും ഒക്കെ തന്നെ ഗ്രീക്കിന്നും ലാറ്റിനും ഒക്കെ ഒറിജിനേറ്റ് ചെയ്തതാണ്. അവിടെ നിന്നൊക്കെ ഒറിജിനേറ്റ് ചെയ്തതാണ് പണ്ട് കാലങ്ങളിൽ. ഓക്കെ, ഇനി മെഡിക്കൽ ടെർമിനോളജി ഈസ് ട്രീറ്റഡ് ആസ് ഇന്റർനാഷണൽ ലാംഗ്വേജ്. മാത്രമല്ല നമ്മുടെ ഇന്റർനാഷണൽ ആയിട്ടും ഇതിനകത്ത് ഉപയോഗിക്കുന്ന പല വേർഡുകളൊക്കെ തന്നെയാണ് പുറത്തുള്ള കൺട്രീസിലും അവര് ടേംസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഇസെൻഷ്യൽ ടു കമ്മ്യൂണിക്കേറ്റ് ദ ലാംഗ്വേജ് വിത്ത് അതർ വർക്കേഴ്സ് ഇൻ ദ ഹോസ്പിറ്റൽ. അതായത് ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റൽസിലെ മറ്റ് ആളുകളുമായിട്ട് മറ്റ് എംപ്ലോയീസുമായിട്ട് പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കൂടിയാണ് നമ്മൾ ഈ ഒരു ഇന്റർനാഷണൽ ലാംഗ്വേജ് ആയിട്ടുള്ള മെഡിക്കൽ ടെർമിനോളജി ഉപയോഗപ്പെടുത്തുന്നത്.
and it is also used to specify human body parts. മനുഷ്യന്മാരുടെ human body parts, അതുപോലെ എലമെന്റുകൾ, മെത്തേഡ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. അത് പലതരത്തിലുള്ള സിറ്റുവേഷൻസ് റിലേറ്റിംഗ് ടു എനി ഡിസീസസ്, രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല സർക്കംസ്റ്റാൻസസ്, ഇതൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? മെഡിക്കൽ ടെർമിനോളജി ഉപയോഗിക്കുന്നു. ആൻഡ് ഈ മെഡിക്കൽ ടെർമിനോളജിയിൽ they use some prefix, suffix and also root words which have special knowledge. നമുക്ക് എന്താ പറയാ, ഈ ടേമുകൾ ഒറ്റയ്ക്കായിട്ട് നിൽക്കുന്നതല്ല, ചിലപ്പോ അതിന്റെ കൂടെ താങ്ങായിട്ട് അപ്പുറത്തുപ്പുറത്തൊക്കെ ചില കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാനൊക്കെ വേണ്ടി വരും മെഡിക്കൽ ടേംസിൽ. ഓക്കെ, അങ്ങനെ താങ്ങായിട്ട് അല്ലെങ്കിൽ ഒരു സപ്പോർട്ടീവിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ചില വേർഡ്സ് അല്ലെങ്കിൽ വേർഡുകളല്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ലെറ്റേഴ്സ് ആയിരിക്കാം, കുറച്ച് ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പുതിയ ടേമുകൾ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാറുണ്ട് അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ പുതിയ ടേംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് they use some prefixes or suffixes. Prefixes, suffixes ഒക്കെ ചേർക്കും. അത് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. പ്രിഫിക്സ്, സഫിക്സ് എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. കോമൺ ജനറൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറെ എന്താ പറയാ പ്രിഫിക്സ്, സഫിക്സ് വേർഡ്സും ഉണ്ട് ഇല്ലേ? ഇംഗ്ലീഷിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എന്താണ് പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ? a letter or letters which is added to the beginning of a word. അല്ലെ, ഒരു വേർഡിന്റെ ഒരു വാക്കിന്റെ മുൻപില് ചിലപ്പോ ഒരു ലെറ്റർ ആകാം, അല്ലെങ്കിൽ ഒന്നിലധികം ലെറ്റേഴ്സ് ചേർത്ത് പുതിയൊരു വേർഡ് ഈസ് ഫൗണ്ട്. അല്ലെ, പുതിയൊരു വേർഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കും. ഇറ്റ്സ് കോൾഡ് പ്രിഫിക്സ്. അതിനെ നമ്മൾ പ്രീഫിക്സ് എന്നാണ്. അല്ലെ, എന്താ പ്രീഫിക്സ് എന്ന് പറയാൻ? മുൻപിൽ ഫിക്സ് ചെയ്യുക എന്ന്. പ്രീ മീൻസ് മുൻപ് എന്നാണ്. പ്രീ ഡിഗ്രി എന്നല്ലേ? പ്രീ ഡിഗ്രി എന്താ? പണ്ടത്തെ +2 ഇപ്പൊ അല്ല. പ്രീ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ബിഫോർ ഡിഗ്രി എന്നാണ്. അപ്പൊ ബിഫോർ ആണ്. ആ വേർഡിന്റെ തൊട്ട് മുന്നിലാണ് നമ്മൾ ആ അക്ഷരങ്ങൾ ചേർക്കുന്നത്. ചിലപ്പോ ഒരു അക്ഷരമായിരിക്കാം, ചിലപ്പോ ഒന്നിലധികം അക്ഷരങ്ങളായിരിക്കാം. വിച്ച് ഈസ് ആഡഡ് ടു മേക്ക് എ ന്യൂ വേർഡ് ഓർ ടു ഫോം എ ന്യൂ വേർഡ്, ഒരു പുതിയൊരു വേർഡ് രൂപീകരിക്കാൻ വേണ്ടി. ഓക്കെ, അങ്ങനെ മെഡിക്കൽ ടേംസിൽ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പ്രിഫിക്സ് എന്ന് വിളിക്കാം. ആൻഡ് അറ്റ് ദ സെയിം ടൈം അതുപോലെ തന്നെ സം ലെറ്റേഴ്സ് ഓർ വേർഡ്സ് ആർ അറ്റാച്ച്ഡ് ടു ദ എൻഡ് പാർട്ട് ഓഫ് ദ വേർഡ്. മാത്രമല്ല, വേർഡിന്റെ അറ്റത്തെ ഭാഗത്ത്, അതായത് ലാസ്റ്റ് പാർട്ട്, എൻഡ് പാർട്ടിലും ഇതുപോലെ എന്ത് ചെയ്യാറുണ്ട്? ലെറ്റേഴ്സോ അല്ലെങ്കിൽ ഒരു ലെറ്ററോ ഒക്കെ ചേർക്കാറുണ്ട്. അതിനെയാണ് നമ്മൾ സഫിക്സ് എന്ന് വിളിക്കുക. ഇപ്പൊ ബിഗിനിങ് ഓഫ് ദ വേർഡിൽ ആണ് നമ്മൾ പ്രിഫിക്സ് ചേർക്കുക, എൻഡ് ഓഫ് ദ വേർഡിലാണ് നമ്മൾ സഫിക്സ് ചേർക്കുക. അപ്പൊ ഈ സഫിക്സും അതുപോലെ പ്രിഫിക്സും റൂട്ട് വേർഡ്സിന്റെ കൂടെയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ ഇറ്റ് ബിക്കംസ് എ ന്യൂ വേർഡ്. നമുക്കൊരു പുതിയ വേർഡ് കിട്ടുന്നു. ആ വേർഡ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ആസ് എ മെഡിക്കൽ ലാംഗ്വേജ്. അത് അവർക്ക് എന്ത് ചെയ്യാം? മെഡിക്കൽ മായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എംപ്ലോയീസുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതൊരു മെഡിക്കൽ ലാംഗ്വേജ് ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പൊ ലെറ്റ്സ് സീ വാട്ട് ഈസ് എ പ്രിഫിക്സ്. അപ്പൊ നമ്മൾ എന്താണ് പ്രിഫിക്സ് എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പ്രിഫിക്സ് ഈസ് എ വേർഡ് which is attached to the beginning of a word. അതായത് ഒരു വേർഡിന്റെ തൊട്ട് മുന്നിൽ നമ്മൾ ചേർക്കുന്ന ഒരു കഷ്ണമാണ് മേ ബി എ ലെറ്റർ ഓർ എ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ്. ഒരു അക്ഷരമാകാം, അല്ലെങ്കിൽ ഒന്നിലധികം അക്ഷരങ്ങൾ ചേർന്നുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഒരു പുതിയ വേർഡ് ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ ഫിക്സ് ചെയ്യുന്നത്. ആൻഡ് എന്താ പറയാ, എന്തിനു വേണ്ടിയിട്ടാണ് പ്രിഫിക്സസ്? ഓപ്പൺ നമ്മൾ സാധാരണ ജനറൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഭാഷയിലും വി യൂസ് സച്ച് വേർഡ്സ്. അങ്ങനെയുള്ള പ്രിഫിക്സുകൾ ചേർത്തുള്ള വാക്കുകൾ ഉണ്ടാക്കാറുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് അവിടെ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് ഓട്ടോ പൈലറ്റ്. പൈലറ്റ് എന്ന് പറയുന്ന എന്താ നമുക്കറിയാലോ? ഒരു വേർഡാണ് പൈലറ്റ് അല്ലെ? നമുക്കറിയാം എന്താ പറയാ, നമ്മുടെ പ്ലെയിൻ ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് പൈലറ്റ് എന്ന് പറയുന്നത്. അതിന്റെ കൂടെ ഓട്ടോ എന്ന് പറയുന്ന ഒരു ഫ്രണ്ടില് മുമ്പിൽ ഒരു വാക്ക് ചേർത്തു അല്ലെ? ഒരു അക്ഷരങ്ങൾ ചേർത്തു, ഓട്ടോ. ഇറ്റ് ബിക്കംസ് ഓട്ടോ പൈലറ്റ്. അപ്പൊ എന്തായി മാറിയത്? ഓട്ടോ പൈലറ്റ്. ഓട്ടോമാറ്റിക് ആയിട്ട് എന്താ പറയാ, ഇപ്പൊ നമ്മുടെ വിമാനമൊക്കെ ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഓടുന്ന രീതി, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ സബ്മറൈൻ. മറൈൻ എന്ന് പറയുന്നത് നമുക്കറിയാം കടലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു വേർഡാണ്. അതിന്റെ കൂടെ സബ് എന്ന് പറയുന്ന ഒരു പ്രിഫിക്സ് ചേർത്തു. ഇറ്റ് ബിക്കംസ് സബ്മറൈൻ എന്ന് പറയുന്ന ഒരു വേർഡായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എന്താ പറയാ, നമ്മളുടെ മറ്റൊരു വേർഡാണ് തന്നിരിക്കുന്നത് ട്രൈസൈക്കിൾ അല്ലെ? ട്രൈസൈക്കിൾ എന്ന് പറയുമ്പോൾ 3 ചക്രമുള്ള സൈക്കിളാണ്. ഫ്രണ്ടിൽ ഒരെണ്ണം, ബാക്കിൽ 2 3 അങ്ങനെയല്ലേ? അതെ, ഒരു ചക്രം മുമ്പിലും ബാക്കിൽ 2. അപ്പൊ അങ്ങനെ സൈക്കിളൊക്കെ ചവിട്ടിക്കൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ടല്ലോ നമ്മള്. അത്രയധികം നമ്മളുടെ ഈ നാട്ടില് കോമൺ അല്ലെങ്കിൽ ചില സ്ഥലത്തൊക്കെ ആളുകൾ അത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അതാണ്. അപ്പൊ ട്രൈ എന്ന് പറയുന്ന സൈക്കിളിന്റെ മുമ്പിൽ ചേർത്തപ്പോ അത് ട്രൈ സൈക്കിളായിട്ട് മാറി. അപ്പൊ ജനറലി സ്പീക്കിങ്ങിന് നമ്മൾ ഈ ഒരു ഇതുപോലെ പ്രിഫിക്സസ് ചേർത്തത് പുതിയ വേർഡുകൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം വേ മെഡിക്കലിനകത്തും സയന്റിഫിക് ടെർമിനോളജി, മെഡിക്കൽ ടെർമിനോളജിയിലും നമ്മൾ വി യൂസ് പ്രിഫിക്സസ് ടു മേക്ക് എ ന്യൂ വേർഡ് ഓർ ടു ഫോം എ ന്യൂ വേർഡ്. പുതിയ വേർഡുകൾ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതിനാണ് നമ്മൾ പ്രിഫിക്സ് എന്ന് വിളിക്കാം.
ഉദാഹരണത്തിന് മെഡിക്കലിൽ ഉപയോഗിക്കുന്ന അങ്ങനെയുള്ള ഒരു വേർഡാണ്, അല്ലെങ്കിൽ ഒരു പ്രിഫിക്സ് ചേർത്തിട്ടുള്ള ഒരു വേർഡാണ് ഹൈപ്പർ വെന്റിലേഷൻ എന്ന് പറയുന്നത്. ഹൈപ്പർ വെന്റിലേഷൻ. വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമുക്കറിയാം നമ്മുടെ വീടുകൾക്കൊക്കെ വെന്റിലേഷൻ കൊടുക്കാറുണ്ട്, എയർ പാസേജിന് വേണ്ടിയിട്ട് ഇല്ലേ, കൊടുക്കാറുണ്ട്. അപ്പൊ വെന്റിലേഷൻ ഒരു വേർഡാണ്, ഒരു മീനിങ് ഫുൾ വേർഡ് തന്നെയാണ്. ഹൈപ്പർ എന്ന് പറയുന്നതും ഒരു മീനിങ് ഫുൾ വേർഡ് ആണ്. ഹൈപ്പർ ടെൻഷൻ നമ്മൾക്ക് അറിയാലോ അല്ലെ, അധികമായിരിക്കുന്നത്. ബ്ലഡ് പ്രഷർ അധികമാകുമ്പോഴാണ് നമ്മള് ഹൈപ്പർ, അതായത് ഹൈപ്പിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ പൊങ്ങി നിൽക്കുക, മീൻസ് പീക്ക് പോയിന്റിലേക്ക് എത്തുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ഹൈപ്പർ വെന്റിലേഷൻ എന്ന് പറയുന്ന പുതിയ വേർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ അത് എന്തായി, മറ്റൊരു വേർഡായിട്ട് മാറി, ഹൈപ്പർ വെന്റിലേഷൻ. ഹൈപ്പർ എന്ന് പറയുന്ന പ്രിഫിക്സ് വെന്റിലേഷൻ എന്ന് പറയുന്ന ഒരു വേർഡിനോട് ചേർത്തപ്പോ ഇറ്റ് ബിക്കംസ് എ ന്യൂ വേർഡ്, ഹൈപ്പർ വെന്റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ പറയുന്ന പ്രിഫിക്സുകൾ എല്ലാ മെഡിക്കൽ ടേംസിലും പ്രിഫിക്സുകൾ ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല, അല്ലാതെ ഉപയോഗിക്കുന്നതും ഉണ്ട്. ആൻഡ് ഇതുപോലെ ഇങ്ങനെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് പ്രിഫിക്സുകളൊക്കെ ചേർത്ത് വരുന്ന വേർഡ്സ് ഒക്കെ നമുക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ളത്, അതിന്റെ മീനിങ് എന്താണെന്നൊക്കെ നമുക്ക് ഇവിടെ താഴെ പ്രിഫിക്സസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അതിനകത്ത് നമുക്ക് ഒരുപാട് വേർഡ്സ് നമുക്ക് അതിന് വേണ്ടി പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. എന്താ നമുക്ക് അത് നേരം നോക്കാം. ആൻഡ് എന്താണ് സഫിക്സ്? നമ്മൾ പറഞ്ഞു അറ്റ് ദ എൻഡ് പാർട്ട് ഓഫ് ദ വേർഡില് നമുക്ക് അതിന്റെ റിയൽ മീനിങ് മാറാത്ത അല്ലെങ്കിൽ മറ്റൊരു വേർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഫിക്സുകളാണ് നമ്മൾ എൻഡ് ഓഫ് ദ വേർഡിൽ യൂസ് ചെയ്യാറുള്ളത്. മെഡിക്കൽ ടെർമിനോളജിയിൽ അല്ലെങ്കിൽ മെഡിക്കലിൽ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ, സച്ച് ഡിസീസസ് ആകാം, അല്ലെങ്കിൽ ടു കമ്മ്യൂണിക്കേറ്റ് സംതിങ്, എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാർട്സ് ഓഫ് സ്പീച്ച്, അതായത് സംഭാഷണത്തിന്റെ ഭാഗമായിട്ട് ചേർക്കാൻ വേണ്ടിയിട്ടൊക്കെ they use some suffixes to the particular word. ഏതെങ്കിലും വേർഡിന്റെ ഒപ്പം തന്നെ സഫിക്സുകൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതുപോലെ ഉപയോഗിക്കുന്ന ഒരു സഫിക്സ് ഉപയോഗിക്കുന്ന ഒരു വേർഡ് നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സഫിക്സ് ആയിട്ടുള്ള ITS എന്ന് പറയുന്ന ഒരു സഫിക്സ്, അതിന്റെ 3 ലെറ്റേഴ്സ് ആണ്. അത് അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ITS എന്ന് പറയുന്നതിന്റെ മീനിങ് ഇൻഫ്ലമേഷൻ എന്നാണ്. ഇൻഫ്ലമേഷൻ, അതായത് ഭയങ്കര എന്താ പറയാ ഒരു നീർക്കെട്ട് അങ്ങനെയൊക്കെ വരുമല്ലോ, അതൊക്കെ വരുന്നതാണ് നമുക്ക് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന ITS എന്ന് പറയുന്നത് when it is added to the word arthro it becomes arthritis. എന്തായി, ആർത്രോ എന്ന് പറയുന്ന ഒരു വേർഡിന്റെ കൂടെ എന്ത് ചെയ്തു, ITS അങ്ങനെ ചേർക്കുമ്പോൾ ചില അക്ഷരം ചിലപ്പോൾ അവിടെ നിന്ന് എടുത്ത് മാറ്റേണ്ടി വരും. കാരണം അത് കൺവീനിയൻസിനാണ്, അതൊന്ന് കൂട്ടിച്ചേർക്കാൻ, പ്രൊനൗൺസിയേഷന്റെ ക്ലിയറൻസിന് വേണ്ടിയിട്ടൊക്കെ എന്താ പറയാ, ചിലപ്പോ ഒരു അക്ഷരമൊക്കെ ചിലപ്പോൾ അറ്റത്തുനിന്ന് എടുത്തു കളയും. അതുപോലെ എടുത്തു കളഞ്ഞിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ടാണ് പറഞ്ഞത് ആർത്രോ എന്ന് പറയുന്ന വേർഡ് അതിന്റെ മീനിങ് ജോയിന്റ് എന്നാണ്. ആർത്രോന്റെ മീനിങ് എന്താ, ജോയിന്റ്. നമ്മുടെ ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ ആർത്രോ എന്ന് പറഞ്ഞാൽ ജോയിന്റ്. എന്താ പറയാ, ജോയിന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അതെ ജോയിന്റുകൾ അല്ലെ. അപ്പൊ ജോയിന്റ് സന്ധി എന്നാണ് പറയാ. അപ്പൊ സന്ധി എന്നാണ്. അതിന്റെ കൂടെ ITS ചേർന്നപ്പോ അതെന്തായി മാറി, ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, സന്ധിവാദം എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടാക്കി. അപ്പൊ അവരുടെ കോമൺ ആയിട്ട് അവര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പീക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ മെഡിസിൻസിന്റെ പേരുകൾ പറയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഡിസീസസിനെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടോ ഒക്കെ ഇതുപോലെ സഫിക്സുകളും അതുപോലെ തന്നെ പ്രിഫിക്സുകളൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ എന്താ പറയാ, ഈ ആർത്രോ എന്ന് പറയുന്നതിന്റെ കൂടെ ITS ചേർന്ന് ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഒരു വാദം ഒക്കെ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ജോയിന്റിൽ ഉണ്ടാകുന്ന ഒരുതരം ഇതാണ്. അങ്ങനെ നമ്മൾ ഇതുപോലെ പുതിയ വേർഡുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്, പ്രിഫിക്സും അതുപോലെ സഫിക്സും ചേർന്നിട്ട്. അപ്പൊ ഇറ്റ് ഈസ് നെസസറി. അപ്പൊ അങ്ങനെ പുതിയ വേർഡ് ഉണ്ടാക്കാനായിട്ട് ചില വേർഡുകളുടെ ഒക്കെ എന്ത് ചെയ്യേണ്ടി വരും, ഈ പ്രിഫിക്സിന്റെ അല്ല സഫിക്സുകളുടെ അറ്റത്തുള്ള ലാസ്റ്റ് എൻഡിലുള്ള ചില അക്ഷരങ്ങൾ, ചില ലെറ്റേഴ്സ് ഒക്കെ അവിടുന്ന് മാറ്റിയിട്ടായിരിക്കും ഈ പുതിയതായിട്ട് ചേർക്കുന്ന സഫിക്സ് ഭാഗം ആ വേർഡിന്റെ ഒപ്പം ചേർക്കുക. ഓക്കെ, അത് പ്രൊനൗൺസിയേഷൻ ഈസിയാക്കാനാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു വേർഡ് കുറച്ചുകൂടി മീനിങ് ഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു അക്ഷരം എടുത്ത് മാറ്റുന്നത്. ക്ലിയർ ആയോ? എന്താണ് പ്രിഫിക്സ്, എന്താണ് സഫിക്സ് എന്ന് മനസ്സിലായോ? എക്സാമ്പിൾസ് ഒക്കെ അവിടെ തന്നെ തന്നിട്ടുണ്ട്. മെഡിക്കൽ എന്താ പറയാ, പ്രിഫിക്സ് ചേർത്തിട്ടുള്ള വേർഡ് ഹൈപ്പർ വെന്റിലേഷൻ, സഫിക്സ് ചേർത്തിട്ടുള്ള വേർഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ആർത്രൈറ്റിസിന്റെ ആർത്രോ എന്ന് പറയുന്നത് ജോയിന്റ് എന്നും അതുപോലെ ITS എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ എന്നുമുള്ള 2 കാര്യങ്ങളാണ് ചേർത്തിട്ട് എന്തായത് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടായത്. ഓക്കെ, ഉദാഹരണങ്ങൾ ഇനിയും കുറെ ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട് താഴെയുണ്ട്. അന്നേരം നമുക്ക് പറയാം. ഇത്രയും മനസ്സിലായോ? സഫിക്സ് പ്രിഫിക്സ് ഒക്കെ മനസ്സിലായില്ലേ? ഓക്കെ, ഇതിനകത്ത് നമുക്ക് കുറെ തിയറട്ടിക്കലായിട്ട് പഠിക്കാനൊന്നുമില്ല, കുറെ വേർഡ്സ് നമുക്ക് പരിചയപ്പെടാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് വൺ റൂട്ട് വേർഡ്സ് ആണ്.
റൂട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് ദ മെയിൻ പാർട്ട് എന്ന് പറയും അല്ലെ, ഒരു വേർഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ഓക്കെ, അതാണ് റൂട്ട് വേർഡ്. റൂട്ട് വേർഡുകൾ എന്ന് പറയുന്നത് ഒരു വേർഡിനെ സംബന്ധിച്ച് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതിന് there will be a മീനിങ്. ആ വേർഡിന് ഒരു എന്താ പറയുക ക്ലിയർ ആയിട്ടുള്ള ഒരു മീനിങ് ഉണ്ടായിരിക്കും. അത് നമ്മളുടെ മിക്കവാറും അവര് ഉപയോഗിക്കുന്ന ആ വേർഡ് മീനിങ് ഉള്ള ആ വേർഡ് എന്തായിരിക്കും? ഡിസ്ക്രൈബ്സ് ദ ബോഡി പാർട്സ്, അതായത് ഹ്യൂമൻ ബോഡി പാർട്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വേർഡ് ആയിരിക്കും കൂടുതലായിട്ടും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടാകും. കാരണം ഹോസ്പിറ്റൽസിലാണ്. അപ്പൊ എന്തായാലും രോഗം വരുന്നത് നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾക്കായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ റൂട്ട് വേർഡ് ആ കറക്റ്റ് ആയിട്ടുള്ള ബോഡി പാർട്സിനെ മെൻഷൻ ചെയ്യുന്നത്. അതിന്റെ മുമ്പിലും പുറകിലും ഒക്കെ വേർഡുകൾ ചേരുമ്പോഴാണ് അത് പ്രിഫിക്സും സഫിക്സും ഒക്കെ ചേർത്തിട്ടാണ് പുതിയ വേർഡ് പിന്നീട് ഉണ്ടാക്കുക. അപ്പൊ ഇത് ഈ IEO ഇതൊക്കെ എന്ത് ചെയ്യും? ചിലപ്പോ ഒക്കെ ബ്ലെൻഡ് ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ കൂട്ടി ചേർക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോ അതൊക്കെ കൂടുതൽ ആഡ് ചെയ്ത് ചേർക്കണം, ചിലതിനെ റിമൂവ് ഒക്കെ ചെയ്യേണ്ടി വരും. ഓക്കെ, റെഗുലർലി നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് EMS. അതായത് EMS എന്താണ്? എമർജൻസി മെഡിക്കൽ സർവീസ്. അതായത് നമ്മുടെ എമർജൻസി മെഡിക്കൽ സർവീസിൽ ആ വിഭാഗത്തിലൊക്കെ എന്താ പറയുക, മെഡിക്കൽ സർവീസ് എന്ന് പറയുന്നത് എമർജൻസി തന്നെയാണ്. ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ചികിത്സ എത്രയും പെട്ടെന്ന് കൊടുക്കുക, ഏത് പേഷ്യൻസിനെ മരുന്ന് നിർത്തി അവരെ ബുദ്ധിമുട്ടിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് എമർജൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഏത് ഹോസ്പിറ്റൽസിന്റെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് തന്നെയാണ്. അപ്പൊ നമ്മുടെ എമർജൻസി മെഡിക്കൽ സർവീസിൽ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു എന്താ പറയാ ഒരു വേർഡ് ഉണ്ട്, CPR എന്ന് പറഞ്ഞാൽ എന്താ? കാർഡിയോ പൾമിനറി റിസസിറ്റേഷൻ എന്നാണ്. റിസസിറ്റേഷൻ. അപ്പോ കാർഡിയോ പൾമിനറി റിസസിറ്റേഷൻ എന്ന് പറയുന്ന വേർഡ് അതിന്റെ ഷോർട്ട് ഫോം ആണ് കൊടുത്തിരിക്കുന്നത്, CPR. ആ വേർഡിനെ നമ്മളിങ്ങനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ ഇങ്ങനെ മുറിക്കുകയാണെങ്കിൽ അതിനകത്ത് നിന്ന് കുറച്ച് വേർഡുകൾ കിട്ടും. എന്ത് കിട്ടും? കാർഡിയോ, വിച്ച് മീൻസ് ഹാർട്ട് അല്ലെ. ഹാർട്ട് എന്ന് പറയുന്ന ഒരു വേർഡ് കിട്ടും. അതൊരു റൂട്ട് വേർഡ് തന്നെയാണ്. അതുപോലെ പൾമനറി എന്ന് പറയുന്നതും ഒരു റൂട്ട് വേർഡ് തന്നെയാണ്. ഓക്കെ, അതിന്റെ അർത്ഥം പൾമനറി ലങ്സ്. നമുക്കറിയാം പൾമനോളജി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പരിചയപ്പെട്ടതാണ്. അപ്പൊ ഈ CPR നമുക്കറിയാം, ഹൗ ഇറ്റ് ഈസ് ഗിവൺ. നമുക്കറിയാലോ എങ്ങനെയാണ് CPR പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളാണ് എയർ അവരുടെ എന്താ പറയാ ഹാർട്ടിലേക്ക് ലങ്സിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് എയർ ഇങ്ങനെ എന്ത് ചെയ്ത് കൊടുക്കും? എന്താ പറയാ, നമ്മളിങ്ങനെ ബ്ലോ ചെയ്ത് കൊടുക്കും അല്ലെ. ആളുടെ അത്തരം ആളുകൾ ഹാർട്ട് അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട് അത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പേഷ്യന്റിനെ നമ്മൾ എന്ത് ചെയ്യും? നിർത്തി താഴെ ഇങ്ങനെ കിടത്തിയിട്ട് ഫ്ലാറ്റ് ആയിട്ട് കിടത്തിയതിന് ശേഷം അവർക്ക് CPR പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എയർ നമ്മൾ ഇങ്ങനെ ബ്ലോ ചെയ്ത് കൊടുക്കണം. ബിക്കോസ് ദേ കനോട്ട് ഇൻഹെയിൽ എയർ. അവർക്ക് ഒറ്റയ്ക്ക് അത് ഹെയിൽ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, കാരണം ഹാർട്ട് അത്രയും നിലയ്ക്കാറായ രീതിയിലാകുന്നത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ അവിടെ എയർ ബ്ലോ ചെയ്ത് കൊടുക്കുമ്പോൾ ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം മേക്ക് എ പ്രസ്സിംഗ് ഓൺ ദ പാർട്ട് ഓഫ് ദ ഹാർട്ട്. ഹാർട്ടിന്റെ ഒരു പ്രത്യേക ഭാഗത്ത് നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കും. സോ ദാറ്റ് ആ ഒരു പേഷ്യന്റിന് ചില സമയത്ത് ചില പേഷ്യൻസിന് അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് ആ ഒരു ബ്ലോ വലിയ ശക്തിയിൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ പെട്ടെന്ന് അത് വികസിക്കുകയും അത് അതിന്റെ പ്രീവിയസ് സ്റ്റേജസിലേക്ക് ഫങ്ഷൻ ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെ റൂട്ട് വേർഡ് തന്നെ കൃത്രിമ ശ്വാസം അത് തന്നെയാണ് CPR എന്ന് ഉദ്ദേശിക്കുന്ന മലയാളം. ഓക്കെ, അപ്പൊ അങ്ങനെ ആ ഒരു പ്രൊസീജിയേഴ്സ് ഒക്കെ കൊടുക്കുന്ന CPR എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. ഓക്കെ, കാർഡിയോ, ഹാർട്ട് എന്നും പൾമിനറി, ലങ്സ് എന്നൊക്കെ ഉള്ള വേർഡുകളൊക്കെ അതൊക്കെ റൂട്ട് വേർഡുകളാണ്. അപ്പൊ റൂട്ട് വേർഡ് ഏതാണെന്നൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നതാണ്. എമർജൻസി മെഡിക്കൽ സർവീസസ് ഉപയോഗിക്കുന്ന ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡാണെന്ന്. ഏത്? കാർഡിയോ പൾമിനറി റിസസിറ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു വേർഡ്. അത് ഷോർട്ടായിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. ആര്? ഈ മെഡിക്കൽ ഫീൽഡിലുള്ളവരും എല്ലാവരും തന്നെ. CPR അത് കൊടുക്കുന്ന രീതി അവിടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു എന്ന് മാത്രം. ആ CPR അവിടെ ആ ഒരു വേർഡ് അവര് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് എന്താണ് CPR എന്ന് പറഞ്ഞു. കൃത്രിമശ്വാസം കൊടുക്കുന്ന രീതി അത് തന്നെ. ഓക്കെ, എന്താണ് റൂട്ട് വേർഡ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പൊ ഈ റൂട്ട് വേർഡ്സിൽ നിന്ന് ചിലപ്പോൾ നമ്മുടെ വൊവൽസ് ആയിട്ടുള്ള IO ഒക്കെ പോലെയുള്ള E എന്ന് പറയുന്ന അക്ഷരങ്ങളൊക്കെ ചിലപ്പോൾ റിമൂവ് ചെയ്തിട്ടായിരിക്കും they will blend the word. ഈ പറയുന്ന പ്രിഫിക്സും സഫിക്സും ഒക്കെ ബ്ലെൻഡ് ചെയ്ത് എന്ത് ചെയ്യുന്നത്? പുതിയ വേർഡുകൾ ഫോം ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? എന്താണ് റൂട്ട് വേർഡ്സ് എന്ന്? അതൊക്കെ ഓർത്തിരിക്കുക. പ്രിഫിക്സ് എവിടെ ചേർക്കണം, സഫിക്സ് എവിടെ ചേർക്കണം, റൂട്ട് വേർഡ്സ് എന്താണ് മെയിൻ പാർട്ട് ഓഫ് ദ ഒരു വേർഡ് ആണ് റൂട്ട് വേർഡ് എന്നൊക്കെ പറഞ്ഞ് അറിയാലോ. അപ്പൊ അതൊക്കെ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് വൺ അബ്രീവിയേഷൻസ്. ഇതെല്ലാമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. പ്രിഫിക്സ് എന്താണെന്നൊക്കെ പഠിക്കുന്നുണ്ട്. പ്രിഫിക്സുകൾക്ക് കുറച്ച് എക്സാമ്പിൾസ്.
അതുപോലെ സഫിക്സ് പഠിക്കുന്നുണ്ട്, അതിന് കുറച്ച് എക്സാമ്പിൾസ്. റൂട്ട് വേർഡ്സ്, അതിന് കുറച്ച് എക്സാമ്പിൾസ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് അബ്രിവിയേഷൻ. അബ്രിവിയേഷനും അതിന് കുറച്ച് എക്സാമ്പിൾസും. എന്താണ് അബ്രിവിയേഷൻ? ഇറ്റ് ഈസ് ദ ഷോർട്ട് ഫോം ഓഫ് എ വേർഡ് അല്ലെങ്കിൽ നോട്ട്. ഓക്കെ, അല്ലെങ്കിൽ എനി ഡോക്യുമെന്റേഷൻസ്. ഇത് ഹോസ്പിറ്റൽസിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് ഒരു സാധനമാണ് ഈ പറഞ്ഞ അബ്രിവിയേഷൻ. കാരണം ചില വേർഡുകളൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് ഇപ്പൊ തന്നെ നമ്മുടെ കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ തന്നെ പറഞ്ഞു CPR എന്നാണിത്, അല്ലെ? അപ്പൊ അവരെന്ത് ചെയ്യും? ഇത് മുഴുവൻ വലിച്ചു നീട്ടി എഴുതാനൊന്നും. ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, എന്താ പറയാ, ഒരു പേഷ്യൻസ് ആണ്. അവർ എത്രയും പെട്ടെന്ന് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പൊ ഈ പറഞ്ഞ ഡോക്യുമെന്റുകൾ തയ്യാറാക്കാനും അല്ലെങ്കിൽ പേഷ്യന്റ് എന്താണ് അവസ്ഥ എന്ന് എഴുതിയൊക്കെ വെച്ച് വരുമ്പോ, നീട്ടിപ്പിടിച്ചൊക്കെ എഴുതി വെക്കുമ്പോ അത് തന്നെ ഒത്തിരി സമയം എന്തോരും ഡിലേ വരും, അല്ലെ? അത് കൂടുതൽ അവരുടെ ഒരു ഡിസീസസിന്റെ ഇതിനെ ബാധിക്കുകയും ചെയ്യും. അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ആസ് പോസിബിൾ എന്താണോ നമുക്ക് എഴുതി പിടിപ്പിക്കാനുള്ള അതിനൊക്കെ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ഷോർട്ടൻ ആക്കി, എന്ത് ഡോക്യുമെന്റുകൾ ആയിക്കോട്ടെ, എന്തെങ്കിലും നോട്ട്സ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഡിസീസസിന്റെ പേരായിക്കോട്ടെ, അതൊക്കെ ഷോർട്ടൻ ചെയ്ത് ഉപയോഗിക്കുക. അതിനെയാണ് നമ്മൾ അബ്രിവിയേഷൻസ് എന്ന് ഉപയോഗിക്കുക. ഓക്കെ, ആൻഡ് പേഷ്യൻസിന്റെ റിപ്പോർട്ട്സ് തയ്യാറാക്കുമ്പോൾ യൂസ് അബ്രിവിയേഷൻസ്. കാരണം ഇനി ആ അബ്രിവിയേഷൻസ് ഉപയോഗിക്കുമ്പോൾ അത് ഒട്ടും തന്നെ കൺഫ്യൂസ്ഡ് ആകാത്ത രീതിയിലും തെറ്റാത്ത രീതിയിലും ഒക്കെ ഉപയോഗിക്കേണ്ടി വരും. കാരണം നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പേഷ്യൻസ് ആണ്, രോഗികളാണ്. ചെറിയ ഒരു അക്ഷര പെശകോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള നമ്മളുടെ ഒരു ഹാൻഡ്ലിംഗ് കെയർലെസ്സോ കൊണ്ട് തന്നെ വലിയ പലതും സംഭവിക്കാനായിട്ട് ഇടയുമുണ്ട്, അല്ലെ? അപ്പൊ അതൊക്കെ നോക്കി കണ്ടും വേണം ചെയ്യാനായിട്ട്. സോ നമുക്കറിയാം ഈ പറയുന്ന ഇതൊക്കെ അബ്രിവിയേഷൻസ് ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഹാവ് ദെയർ ഓൺ എന്താ പറയാ ഡോക്യുമെന്റ്സ്. അതായത് അവര് തന്നെ ഉണ്ടാക്കിയെടുത്ത കുറെ ഡോക്യുമെന്റുകളും കാര്യങ്ങളും അവരുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും ഏതൊക്കെയാണ്. ദാറ്റ് മീൻസ് ദേ കൻ അണ്ടർസ്റ്റാൻഡ് ദെയർ ഓൺ ലാംഗ്വേജ് വിച്ച് ഈസ് പ്രിപ്പയർഡ് ബൈ ദ. അവര് അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ആ നോട്ടുകൾ ഷോർട്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലെറ്റേഴ്സോ വേർഡ്സോ എന്ത് തന്നെയാണോ അവർ തന്നെ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ടു ബി ഫെമിലിയർ വിത്ത് ദ ഈ അബ്രിവിയേഷൻസ് ഉണ്ടാക്കുമ്പോൾ they have to obey the local jurisdiction or service area. അവരുടെ ആ ഏരിയക്ക് ഉള്ളിൽ നിന്നുകൊണ്ട്, അവരുടെ സേവന പരിധിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട്, അവരുടെ സേവന പരിധിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് വേണം ഇത്തരം അബ്രിവിയേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട്. അല്ലാണ്ട് ഒരാള് എന്താ പറയാ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു അബ്രിവിയേഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ കോമൺ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുമോ, കൂട്ടുകാരോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ ആയിട്ട് സംസാരിക്കും. നമുക്ക് ചിലപ്പോൾ ചില വേർഡുകളൊക്കെ കോമൺ ആയിട്ട് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വേണമെങ്കിൽ ഷോർട്ട് ചെയ്ത് നമുക്ക് പറയാം, അല്ലെ? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. പക്ഷെ അത് പുറത്തുള്ള ഒരാൾക്ക് അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല, അല്ലെ? പക്ഷെ ഹോസ്പിറ്റൽസിൽ ഏത് ആളുകൾക്കും ഒരേപോലെ മനസ്സിലാകുന്ന രീതിയിലുള്ള അബ്രിവിയേറ്റഡ് ഫോം ആയിരിക്കണം അവര് എന്ത് ചെയ്യേണ്ടത്, ഉണ്ടാക്കേണ്ടതും രൂപീകരിക്കേണ്ടതും അല്ലെങ്കിൽ ഫോളോ ചെയ്യേണ്ടതും. ഓക്കെ, അതാണ് ആ പറഞ്ഞിരിക്കുന്ന കാര്യം. ക്ലിയർ ആയോ? അല്ലാണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്, മറ്റവരതായിരിക്കും ഉദ്ദേശിച്ചത്. അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ എല്ലാവരും കോമൺലി ദേ ഹാവ് ടു follow or use abbreviations of particular medicines ആയിക്കോട്ടെ, രോഗമായിക്കോട്ടെ, ബോഡി പാർട്സ് ആയിക്കോട്ടെ, എന്താണോ അതിന് കോമൺ ആയിട്ട് ഉപയോഗിക്കേണ്ട അബ്രിവിയേഷൻസ് തന്നെ ഉപയോഗിക്കാം. അല്ലാതെ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിന് അബ്രിവിയേറ്റഡ് ഫോംസ് കണ്ടെത്തി ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അതാണ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ അധികാര പരിധിയിൽ പെട്ടിട്ടുള്ള ആ സേവന പരിധിയിൽ പെട്ടിട്ടുള്ള രീതിയിൽ എങ്ങനെയൊക്കെയാണോ അബ്രിവിയേറ്റഡ് ഫോംസ് ഉപയോഗിക്കണം അതാണ് ഫോളോ ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? അബ്രിവിയേഷൻസ് എന്താണ് മനസ്സിലായോ? മനസ്സിലായില്ല? ഓക്കെ, മനസ്സിലായി. ഓക്കെ, അപ്പോ now let's see some prefix. പ്രിഫിക്സുകൾ എത്ര ഉണ്ടെന്ന് നോക്കിയേ. പ്രിഫിക്സും സഫിക്സും ഒക്കെ അത്ര അധികമില്ല. നമ്മുടെ അബ്രിവിയേഷൻസ് ആണ് കുറച്ച് കൂടുതൽ. കാരണം അബ്രിവിയേറ്റഡ് ഫോം കൂടുതലാകാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് രോഗങ്ങളും ഒരുപാട് ശരീരത്തിന്റെ ഇന്റേണൽ എക്സ്റ്റേണൽ ഓർഗൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്കറിയാല്ല, അല്ല ഇതിനൊക്കെ നമ്മൾ ഇങ്ങനെ വലിച്ചു നീട്ടി എഴുതുക എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതിനെയൊക്കെ ചുരുക്കി ചെറുതാക്കി എഴുതണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് അബ്രിവിയേഷൻസ് കൊടുക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. എന്നാലും നമ്മുടെ പ്രിഫിക്സ് ആണ് 127 പ്രിഫിക്സുകൾ ഉണ്ട്. ആൻഡ് സഫിക്സുകൾ കുറവാണ്, 37 ഉള്ളൂ. റൂട്ട് വേർഡ്സ് അതുപോലെ തന്നെ എത്ര ഉണ്ട്? റൂട്ട് വേർഡ്സ് 79. അബ്രിവിയേഷൻസ് ആണ് 327 ഉള്ളത്. മുഴുവൻ പഠിക്കണ്ട, പറയുന്നത് മാത്രം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് പഠിക്കാം. അത്രേ ഉള്ളൂ കേട്ടോ.
അപ്പൊ കുറച്ച് പ്രിഫിക്സുകൾ നമുക്ക് ഇന്ന് ഒന്ന് നോക്കാം. നോക്കിയേ, ഫസ്റ്റ് വൺ എന്താണ് പ്രിഫിക്സ്? എ കഴിഞ്ഞിട്ടൊരു ഡാഷ് എന്തിനിട്ടേക്കണായിരിക്കും? ഇതിനായിരിക്കും ഡാഷ് ഇട്ടേക്കണേ. ദാറ്റ് മീൻസ് എ പർട്ടിക്കുലർ റൂട്ട് വേർഡ് കൊണ്ടുവന്ന് ഇനി ആ എയുടെ കൂടെ ചേർക്കണം. മുമ്പിലാണ് എ കിടക്കണേ, അതുകൊണ്ടാണ് ഡാഷ് ഇട്ടേക്കണേ. എ ആദ്യം എഴുതണം, ആ കിടക്കുന്ന എ ആദ്യം എഴുതി അതിന്റെ തൊട്ടപ്പുറത്ത് ഇനി മറ്റൊരു വേർഡ് വരും, റൂട്ട് വേർഡ് വരും. അന്നേരം ആ വേർഡ് മറ്റൊരു വേർഡായി മാറും. അതിന്റെ മീനിങ് ആ എ എന്ന് പറയുന്ന ആ ഒരു പ്രിഫിക്സ് നമ്മൾ ചേർക്കുമ്പോൾ ആ എയുടെ മീനിങ് ആണ്, എ ചേർന്ന് കഴിയുമ്പോൾ വരുന്ന മീനിങ് ആണ് വിത്തൗട്ട്, വാണ്ട് ഓഫ് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. വിത്തൗട്ട് അതില്ലാതെ, ഫോർ ദ വാണ്ട് ഓഫ് അതില്ലാതെ പറ്റില്ല എന്നൊക്കെ വരുമല്ലോ. ഓക്കെ, അതാണ് എ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഹൈഫൻ. ഞാൻ പറയുന്ന കോമൺ ആയിട്ട് ഉപയോഗിക്കേണ്ടി വരുന്നതും എന്നാൽ നമുക്ക് എളുപ്പം മനസ്സിലാക്കി വെക്കാൻ പറ്റുന്നതുമായിട്ടുള്ളത് നോട്ട് ചെയ്യാൻ നിങ്ങളോട് പറയും. അത് മാത്രം നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. ബാക്കിയുള്ളത് നിങ്ങളുടെ റെഫറൻസിന് വേണ്ടിയിട്ടാണ്. നിങ്ങളൊന്ന് ഇടയ്ക്കിടയ്ക്ക് റെഫർ ചെയ്ത് നോക്കാന്ന് മാത്രമേ ഉള്ളൂ. അടുത്തത് എ ബി എന്ന് പറയുന്ന 2 ലെറ്റേഴ്സ് പ്രിഫിക്സ് ആയിട്ട് എഴുതിയിട്ട് അത് കഴിയുമ്പോൾ ശരിക്കുള്ള വേർഡ് കൂടി ചേർക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് ബിയോണ്ട്. എ ബി എന്നുള്ളതിന്റെ മീനിങ് ബിയോണ്ട് എന്നാണ്. ബിയോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? അതിനപ്പുറം എന്ന് പറയില്ലേ, എവേ ഫ്രം, ബിയോണ്ട് എന്നാണ് അതിന്റെ അർത്ഥം വരിക. എ ബി ഒരു ഡാഷ് അതിന്റെ അർത്ഥം ആ ഡാഷിന്റെ ഒരു വേർഡ് അവിടെ വരുന്നതാണ് കേട്ടോ. അടുത്ത എന്താ? അബ്ഡോമൻ. ഇറ്റ്സ് എ കോമൺ ഓർ ഫെമിലിയർ വേർഡ് ആണ്. അബ്ഡോമൻ എന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകളെ എന്താ പറയാ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ ഉപയോഗിച്ച വാക്കാണ് അബ്ഡോമിനൽ പാർട്സ്. നമ്മുടെ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഉള്ള ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഗ്യാസ്ട്രോഎൻട്രോളജിനെ കുറിച്ച് പഠിച്ചില്ലേ? അപ്പൊ അബ്ഡോമൻ എന്ന് പറയുന്ന വേർഡ് അതിന്റെ മുമ്പിൽ ചേർത്തിട്ട് അത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് വരും. അപ്പൊ അങ്ങനെ വരുമ്പോ അത് സ്റ്റൊമക് റിലേറ്റഡ് ആണ്. സ്റ്റൊമക് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തേക്കാം. ബിക്കോസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പൊ അതൊന്ന് ഒരു ടിക്കറ്റ് വെച്ചേക്കാം. ഞാനിപ്പോ പറയുന്നതിൽ നോട്ട് ചെയ്യാൻ പറയുന്നത് ആ നോട്ടിൽ തന്നെ ഒന്ന് ടിക്ക് ചെയ്യാം എല്ലാവരും. ഓക്കെ, അതിൽ നോട്ടുണ്ടോ എല്ലാവരുടെയും? ഇപ്പൊ ഇല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാൻ പറ്റിയില്ലെങ്കിൽ നോട്ടില് നിങ്ങൾ വെച്ചിരിക്കുന്ന നോട്ടിൽ മെഡിക്കൽ ടെക്നോളജി എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ പേരും കൊടുത്തിട്ട് അവിടെ ഒന്ന് നോട്ട് ചെയ്യാം. അബ്ഡോമൻ ഒരു ഹൈഫൻ ഇടാം, സ്റ്റൊമക് എഴുതാം. ഓക്കെ, എനിക്ക് മനസ്സിലായില്ലല്ലോ എന്താ പറഞ്ഞത്. ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന അത് ചോദിച്ചത് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, ഞാൻ ലാസ്റ്റ് ചോദിക്കാം. എന്തോ പറഞ്ഞു തോന്നുന്നു, എനിക്ക് ക്ലിയർ ആയില്ല. ഡോക്ടേഴ്സ് മാത്രമല്ല എല്ലാവരും, മെഡിക്കൽ അതായത് നമ്മുടെ ഡോക്ടേഴ്സ്, നേഴ്സ്, അവരൊക്കെ അതെ ഡോക്ടേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ലാംഗ്വേജുകളാണ്. ഡോക്ടേഴ്സ് അതായത് ഹെൽത്ത് കെയർ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ജോലിക്കാരുണ്ടല്ലോ അല്ലെ. അതായത് ഡോക്ടേഴ്സ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ ലാബിലേക്ക് എന്തെങ്കിലും റെഫർ ചെയ്യുമ്പോൾ അവിടെ ടെസ്റ്റുകൾ നടത്തുന്നത്, അല്ലെങ്കിൽ എന്താ പറയാ ഏതെങ്കിലും രീതിയിലുള്ള മറ്റ് എംപ്ലോയീസ് ഒക്കെ ഉണ്ട്, നഴ്സുമാരുണ്ട്, അവരുമായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ദേ ഹാവ് ടു യൂസ് മെനി ലാംഗ്വേജസ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഭയങ്കര വലുതാക്കിയൊക്കെ എഴുതാനും നോട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആണ് അവരിങ്ങനെ പുതിയ പ്രിഫിക്സുകളൊക്കെ ചേർത്തിട്ട് ഇതുപോലെയുള്ള പുതിയ വേർഡുകൾ മെഡിക്കൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ, വർക്കേഴ്സ് അല്ല അല്ലാതെയുള്ളവരൊക്കെ ഉണ്ടല്ലോ എംപ്ലോയീസ്, അപ്പൊ അവർക്ക് കൂടി എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഹോസ്പിറ്റൽ സിസ്റ്റത്തില് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ വേർഡുകൾ ഫോം ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അവർക്കത് അറിയാം ഇന്നത് ചേർക്കുമ്പോ ഇന്നതാണ് എന്ന്. പ്രിഫിക്സ് ചേർത്താലും സഫിക്സ് ചേർത്താലും അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം ദേ യൂസ് ദാറ്റ് പർട്ടിക്കുലർ ലാംഗ്വേജ്. കാരണം അവർ ആ ഭാഷ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് മനസ്സിലായ? നമ്മളോട് പറയുമ്പോഴല്ല, നമ്മൾ പേഷ്യൻസിനോട് പറയുമ്പോഴല്ല. കാരണം നമുക്കറിയില്ല ഇതൊന്നും, നമ്മളിത് പഠിക്കുന്നില്ലല്ലോ. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? യെസ്, ഓക്കെ, യെസ്. അപ്പോ എന്താണ് അബ്ഡോമൻ ആണ് പറഞ്ഞത്. അതൊന്ന് നോട്ടാക്കാം. നോട്ട് ചെയ്യണത് നമ്മളുടെ കയ്യിൽ നോട്ട് ഇല്ലെങ്കിൽ, നിങ്ങൾ ഈ പ്രിന്റ് ഔട്ട് എടുത്തിട്ടില്ലെങ്കിലാണ് അവരോടാ ഞാൻ പറഞ്ഞത് നോട്ടിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. കാരണം എന്താണോ,
അത് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഫെമിലിയർ ആയിട്ട് നമ്മൾ എപ്പോഴും പോപ്പുലർ ആയിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഈ കോഴ്സ് റിലേറ്റഡില് ഒരുപാട് സ്ഥലത്തൊക്കെ ഉപയോഗിക്കുന്ന വേർഡുകളാണ് ഞാൻ നിങ്ങളോട് നോട്ട് ചെയ്യാൻ പറയുന്നത്. നോട്ട് കയ്യിലുള്ളവർ അവിടെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ടിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്റ്റാർ ഇട്ട് വയ്ക്കുക. അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യണം, ബിക്കോസ് അത് പരീക്ഷയ്ക്ക് നമുക്ക് ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? അടുത്തത് ACR എന്നിട്ടൊരു ബ്രാക്കറ്റ് ആണ്. ശരിക്കും ബ്രാക്കറ്റ് അല്ല, ഒരു സ്ലാഷ് ആണ്, ഒരു ഇങ്ങനെ ഒരു ചെറിയ വര, അതിനെയാണ് നമ്മൾ സ്ലാഷ് കൊടുക്കുക കേട്ടാ. അത് കഴിഞ്ഞിട്ടാണ് O. അത് പെർട്ടൈനിങ് ടു ആൻഡ് സിവിയറിറ്റി, ഭയങ്കര എന്താ പറയാ തീവ്രമായത് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ തീവ്രമായതിന് അവരുപയോഗിക്കുന്ന. അപ്പൊ ഇപ്പൊ തീവ്രമായ എന്തെങ്കിലും കാര്യമാണ് എന്ന് ഡോക്ടേഴ്സിന് നഴ്സുമാരെ, നഴ്സ് തീവ്രമായിട്ടുള്ള പനി അല്ലെങ്കിൽ തീവ്രമായിട്ടുള്ള അസുഖമാണ്, പെയിനാണ് എന്നൊക്കെ അവർക്ക് അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ആ വേർഡിന്റെ ഒപ്പം അവർ ഉപയോഗിക്കേണ്ട ACR സ്ലാഷ് ഇട്ടിട്ട് O എന്നും വേണമെങ്കിൽ അതിനകത്ത് വരും, അതും വരും കേട്ടോ. ACR എന്നോ അല്ലെങ്കിൽ ACR/O എന്നോ വന്നു കഴിഞ്ഞാൽ പെർട്ടൈനിങ് ടു സിവിയറിറ്റി എന്നാണ്, അതായത് തീവ്രത, അതികഠിനമായത്, തീവ്രമായത് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് AD എന്നിട്ടിട്ട് ഒരു സ്ലാഷ് ഇട്ടിട്ട് ഒരു ഡാഷ് ഇട്ടിട്ടുണ്ട്. AD അതിന്റെ മുമ്പിൽ ഏതെങ്കിലും ചേർക്കും, അപ്പൊ അതിന്റെ അർത്ഥം ടു ഇൻ ദ ഡിറക്ഷൻ ഓഫ്, അതിന്റെ ഒരു പാതയിൽ അല്ലെങ്കിൽ അതിന്റെ ഡിറക്ഷനിൽ എന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉപയോഗിക്കാം. ജസ്റ്റ് വായിച്ചു പോയാൽ മതി. അടുത്ത ADEN റെഫറിങ് ടു എ ഗ്ലാൻഡ്, അഡ്രിനാൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അതുപോലെ ADEN ഒരു ഹൈഫൻ ഒരു സ്ലാഷ് ഇട്ടിട്ട് O ആണ്, റെഫറിങ് ടു എ ഗ്ലാൻഡ്. ഓക്കെ, റെഫറിങ് ടു എ ഗ്ലാൻഡ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അടുത്ത ആൻ വിത്തൗട്ട്, എയും ആനും ഒക്കെ ഒരേപോലെ വന്നിട്ടുണ്ട് കേട്ടാ. A എന്ന് എഴുതിയാലും ആൻ എന്ന് എഴുതുമ്പോഴും വിത്തൗട്ട് ഫോർ വൺ ഓഫ്, അത് രണ്ടും ഒരേപോലെ ഉപയോഗിക്കുന്ന പ്രിഫിക്സുകളാണ്. നെക്സ്റ്റ് ANA എന്താണ്? അപ്പ്, ബാക്ക്, വൺ മോർ ടൈം, ഒന്നുകൂടി, ഒരിക്കൽ കൂടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബാക്ക്. അതിനൊക്കെ മീനിങ് ANA എന്ന് പറയുന്ന പ്രിഫിക്സ് ചേർക്കുമ്പോൾ വരുന്നുണ്ട്. അടുത്തത് ആൻജിയോ, ANGIO, വെസൽ എന്നാണ് മീനിങ്. ആൻജിയോപ്ലാസ്റ്റി അതിനൊരു മീനിങ് എന്താ പറയാ, നമുക്ക് വേർഡ് ഉണ്ടാക്കുന്നത് പറയാം, ആൻജിയോപ്ലാസ്റ്റി. അപ്പോ അത് ആൻജിയോ എന്ന് പറയുന്ന ഒരു വേർഡ്, പ്ലാസ്റ്റി എന്ന് പറയുന്ന വേർഡിന്റെ കൂടെ പ്രിഫിക്സ് ആയിട്ട് ചേർത്തിട്ടാണ്, ബ്ലഡ് വെസൽസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ. ആൻജിയോ, വെസൽ എന്നാണ് അതിന്റെ മീനിങ്. അടുത്ത ആന്റി, പ്രയോർ ടു, ആന്റി ഇൻസിഡന്റ്, ഇതൊക്കെ നമ്മൾ കേൾക്കില്ലേ, ആന്റി എന്താ പറയാ ANTE ആണ് കേട്ടാ. അപ്പൊ ANTI അല്ല, മറ്റേ ആന്റിബയോട്ടിക്കിന്റെ അല്ല, എന്നിട്ട് ANTE ആണ്. പ്രയോർ ടു, മുൻപ്, ഫോർവേഡ് എന്നൊക്കെ പറഞ്ഞ മീനിങ് വരുന്ന ഒരു പ്രിഫിക്സ് ആണ്. നെക്സ്റ്റ് ANTI വരുന്നുണ്ട്, അതാണ് അഡ്വേഴ്സ് ടു അല്ലെങ്കിൽ ഫോർവേഡ് എന്ന് പറയുന്ന ഒരു മീനിങ് ആണ് ANTI എന്ന് പറയുന്നത്. അടുത്തത് ആർട്ടറി, ആർട്ടറി അതുപോലെ തന്നെ ഒരു സ്ലാഷ് ഇട്ടിട്ട് O ഉണ്ട്, ആർട്ടറി എന്ന് തന്നെയാണ് അതിന്റെ മീനിങ് ആയിട്ട് വരുന്നത്. ആർത്രോ, ആർത്രോ പെർട്ടൈനിങ് ടു ജോയിന്റ്, സന്ധിയുമായിട്ട് ബന്ധപ്പെട്ടത് ആർത്രോ എന്ന് പറയുന്നത്. അടുത്തത് ഓട്ടോ, ഓട്ടോ മീൻസ് സെൽഫ് ആയിട്ട്, ഓട്ടോമാറ്റിക് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഇതിനകത്ത് ഓട്ടോ എന്ന് പറയുന്ന ഒരു വേർഡ് ഉപയോഗിച്ച് എന്താ പറയാ, ഒരു വേർഡ് കൂടി ഉപയോഗിച്ച് റൂട്ട് വേർഡ് ഉപയോഗിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന വേർഡുകൾ ഉണ്ടാക്കാൻ പറ്റും. അടുത്തത് ബൈ, BI, ബൈ ടു എന്നാണ്, TW, ബയോളജി എന്നൊക്കെ നമ്മൾ അറിയാലോ, ടു. അടുത്ത തന്നെ അതുപോലെ തന്നെ BI ഒരു സ്ലാഷ് ഇട്ടിട്ട് വരുമ്പോ ബിലോങ്ങിങ് ടു ലൈഫ് എന്നാണ്. ഓക്കെ, ബിലോങ്ങിങ് ടു ലൈഫ്, ജീവനുമായിട്ട് ബന്ധപ്പെട്ടത് എന്നാണ് അർത്ഥം. അടുത്ത ബ്ലാസ്റ്റോ, BLAST ഒരു സ്ലാഷ് ഇട്ടിട്ട് O ആണ്, അത് ജേം അല്ലെങ്കിൽ സെൽ ആയിട്ട് ബന്ധപ്പെട്ടത് എന്നാണ് അതിന്റെ മീനിങ് വരിക. ഓക്കെ, അടുത്ത ബ്ലഫർ ആണ്, ബിലോങ്ങിങ് ടു ഐലിഡ്, നമ്മുടെ കൺട്രോളയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ബ്ലഫർ. ഇതിന്റെയൊക്കെ നോട്ട് ചെയ്യാൻ പറയുന്നതിന്റെ മാത്രം നിങ്ങൾ ആ മീനിങ്സ് പഠിച്ചു വെച്ചാൽ മതി, അല്ലാത്ത എല്ലാത്തിന്റെ മീനിങ്സ് നമ്മൾ എന്തെങ്കിലും നടക്കില്ല പഠിക്കാനായിട്ട് അല്ലെ. എല്ലാം നിങ്ങൾക്ക് പാറുമാതിരിക പോവില്ല, അപ്പൊ അതുകൊണ്ട് നമ്മൾ നോട്ട് ചെയ്യാൻ പറയും. അതുകൊണ്ട് നോട്ട് ചെയ്യാൻ പറഞ്ഞ ഈ പേജിലെ വാക്കുകൾ ഒന്ന് നോട്ട് ചെയ്തൊക്കെ ഞാൻ പറയുന്നത്. അബ്ഡോമൻ ഒരെണ്ണം ഇത് നോട്ട് ചെയ്യാമോ എല്ലാവരും? അബ്ഡോമൻ. ഓക്കെ, അബ്ഡോമൻ. അടുത്ത ആൻജിയോ, ANGIO, അതിന്റെ മീനിങ് ആ നോട്ട് ചെയ്യാൻ പറയുന്നതിന്റെ മാത്രം മീനിങ് നിങ്ങൾ പഠിക്കാം. ക്ലിയർ? പറഞ്ഞത് മനസ്സിലാവുണ്ടോ? ആൻജിയോ അതിന്റെ മീനിങ് പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ ബൈ, BI, ബൈ, അത് പഠിക്കണം. നെക്സ്റ്റ് വൺ ബ്ലാസ്റ്റ്, ബ്ലാസ്റ്റ്. ഓരോ പേജിൽ ഞാൻ പറഞ്ഞുതരാം ഏതാ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അത് അന്നേരം പഠിച്ചോ.
അപ്പൊ പിന്നെ കുറെ ദിവസത്തേക്ക് മുഴുവൻ തീർക്കുമ്പോ പഠിക്കാൻ നിൽക്കണ്ട. ബ്ലാസ്റ്റ് പഠിക്കണം. അടുത്ത ബ്ലഫർ, ബിലോങ്ങിങ് ടു ഐലിഡ്, ബ്ലഫർ. അതൊക്കെ നമുക്ക് എളുപ്പം ഓർത്തിരിക്കാൻ പറ്റുന്നതും ഒക്കെയാണ് അവര് ചോദിക്കാറുള്ളത്. എളുപ്പം ഓർത്തിരിക്കാൻ പറ്റും. ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു മുമ്പ് നമ്മൾ വിട്ടുപോയി, ഓട്ടോ. ഓട്ടോ, AUTO, ഓട്ടോ, സെൽഫ് എന്നൊക്കെയാണ് മീനിങ്. അപ്പൊ എന്താണ് മെഡിക്കൽ ടെർമിനോളജി, അതുപോലെ തന്നെ പ്രിഫിക്സ് എന്താണ്, സഫിക്സ് എന്താണ്, റൂട്ട് വേർഡ്സ്, അബ്രിവിയേഷൻ അതെന്താണെന്ന് ഓരോ സെന്റൻസ് എങ്കിലും ആദ്യത്തെ ഓരോ സെന്റൻസ് എല്ലാം പഠിച്ചിട്ടുണ്ട്. എല്ലാത്തിന്റെ ഓരോ സെന്റൻസ് പഠിക്കണം. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ വായിച്ച് പറഞ്ഞ പ്രിഫിക്സുകൾ അതിന്റെയൊക്കെ മീനിങ് 1-2 പ്രാവശ്യം ഒന്ന് വായിച്ചു വെക്കാം. നോട്ട് ചെയ്യാൻ പറഞ്ഞത് ഒന്ന് കാണാതെ പഠിച്ചു വെക്കാം. ഓക്കെ അല്ലേ? BI/O രണ്ടും ഉണ്ട്. ഒരു BI വെറുതെ ഉള്ളതുണ്ട്, 2. അടുത്തത് BI/O ഉണ്ട്, ബിലോങ്ങിങ് ടു ലൈഫ്. മറ്റേത് 2 എന്നർത്ഥം. BI ബൈസെക്ടർ എന്ന് കേട്ടിട്ടില്ലേ? ബൈസെക്ടർ, രണ്ടായി വിഭജിക്കുന്നതിന് ബൈസെക്ടർ എന്ന് വിളിക്കൂലേ? അതുപോലെ. അപ്പൊ ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചിട്ട് വരാം. ഓക്കെ ഓക്കെ ആണല്ലോ? ഓക്കെ ഓക്കെ, താങ്ക് യു. അടുത്ത ദിവസം കാണാം. മെഡിക്കൽ ടേംസ് ആയതുകൊണ്ടേ നമ്മളും അറിഞ്ഞിരിക്കണമല്ലോ. നമ്മളും അതിൽ ജോലിക്കാരാകുമ്പോ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചാപ്റ്റർ വന്നേക്കുന്നത്. ഓക്കെ, സി യു. താങ്ക് യു. Thank you, ma'am. Thank you, ma'am.